ഹായ്. അപ്പോൾ ഇന്ന് ഈ ഒരു സെഷനിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഓട്ടോമേഷൻ ഇൻ ബയോകെമിസ്ട്രി എന്നാണ്. ഇതും KWA ലാബ് അസിസ്റ്റന്റ് എക്സാമിന്റെ ഒരു സിലബസിനകത്ത് വരുന്ന ഒരു പോർഷൻ ആണ്. ഇപ്പം ഓട്ടോമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മെഷീൻസ് ആണ്. അതായത് നമ്മൾ ബയോകെമിസ്ട്രിക്കൽ അനാലിസിസിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന മെഷീൻസിനെ കുറിച്ച് പരിചയപ്പെടുക എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പം ലാബ് ടെസ്റ്റുകളൊക്കെ ഒരുപാട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അല്ലേ? ലാബ് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പം നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സാമ്പിൾസിനോട് ആയിരിക്കും നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് സാമ്പിളിനെ എങ്ങനെയൊക്കെ ഡയഗ്നോസ് ചെയ്യാം, അതിന് ഏത് മെഷീൻ ആയിരിക്കും ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, ഈ മെഷീൻസ് ഒക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഇതിലൂടെ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, വളരെ കുറച്ച് മെഷീൻസും അവരുടെ ഫങ്ഷനും കാര്യങ്ങളും അത് മാത്രമാണ് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം ലൈക്ക് ഈ ഒരു ലാബ് ടെസ്റ്റുകളിലും അതുപോലെ തന്നെ ഇങ്ങനെ ഡയഗ്നോസിസ് അതിനകത്തൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കും. ഇപ്പൊ നമ്മൾക്കറിയാം, ഒരു മെഷീൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം വിചാരിക്കും ഇതിനകത്തുനിന്ന് എങ്ങനെയായിരിക്കും നമ്മൾ അനലൈസ് ചെയ്യുന്നത്, ഇത് വെച്ചിട്ട് നമ്മൾക്ക് എങ്ങനെ അനലൈസ് ചെയ്യാം ഒരു സാമ്പിൾ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പൊ ഇന്ന് നമുക്ക് അതെങ്ങനെയാണ് ഈ ഒരു മെഷീനകത്തുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ മെഷീൻ എന്തൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിലൂടെ നോക്കാൻ പോകുന്നത്. വളരെ ചെറിയ ടോപ്പിക്കാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് ഇരിക്കുക. പെട്ടെന്ന് മനസ്സിലാവും. ഷോർട്ട് നോട്ട്സ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് മെല്ലെ ടോപ്പിക്കിലേക്ക് മൂവ് ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ ടൈപ്പ് ഓഫ് അനലൈസേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം അത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അനലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അനലൈസേഴ്സ് എന്ന് പറയുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഡിസ്ക്രീറ്റ് അനലൈസേഴ്സിനെ കുറിച്ചിട്ട് പറയാം. അതായത് ഡിസ്ക്രീറ്റ് അനലൈസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കമ്പോണന്റ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള അതിന്റെ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും ഒരു പ്രത്യേകത, അത് എത്രമാത്രം ഒരു മെഷർമെന്റ്, അതുപോലെ അത് പ്രസന്റ് ആണോ ആബ്സെന്റ് ആണോ അങ്ങനെയൊക്കെ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഒരു സാമ്പിളിനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അനലൈസേഴ്സിനൊക്കെ യൂസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് റാൻഡം ആക്സസ് അനലൈസേഴ്സ് ആണ്. ഓക്കെ, ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ടല്ലേ, ഈ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. റാൻഡം ആക്സസ് അനലൈസിന്റെ ഒരു ഇമേജ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കിപ്പം എല്ലാം റാൻഡം ആക്സസ് അനലൈസേഴ്സ് ആണെങ്കിലും ബാച്ച് അനലൈസേഴ്സ് ആണെങ്കിലും ഇപ്പൊ രണ്ടും ഏകദേശം ഒരുപോലെയൊക്കെ തോന്നും. അല്ലെങ്കിൽ എന്താ ഇതിന്റെ പ്രത്യേകത, എന്തിനാ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അനലൈസേഴ്സ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പം ഓരോന്നിനും ഓരോ പ്രത്യേകതകൾ ഉണ്ട്. ഓക്കെ, ഓരോന്നിനും ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓരോ സാമ്പിളിനും സ്യൂട്ടബിൾ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്താണ് നമ്മളെ റാൻഡം ആക്സസ് അനലൈസിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സാമ്പിളിൽ തന്നെ മൾട്ടിപ്പിൾ ടെസ്റ്റ് നമുക്ക് പെർഫോം ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മളടുത്ത് ഒരു കുറച്ച് സാമ്പിളേ ഉള്ളൂ, അല്ലെങ്കിൽ സാമ്പിൾ കളക്ഷൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രോസസ്സാണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ റാൻഡം ആക്സസ് അനലൈസിസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് സാമ്പിളിൽ തന്നെ ഒരു മൾട്ടിപ്പിൾ ടെസ്റ്റ്, ഒരുപാട് ടെസ്റ്റുകൾ നമുക്ക് ആ ഒരു ചെറിയ സാമ്പിൾ യൂസ് ചെയ്തിട്ട് അതിനകത്ത് നടത്താം. എന്നിട്ട് നമുക്ക് മനസ്സിലാക്കാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ നോർമൽ ആണോ, നോർമൽ സാമ്പിൾ ആണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ മൾട്ടിപ്പിൾ സാമ്പിൾസിനകത്ത് ഒരു സിംഗിൾ ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു റാൻഡം ആക്സസ് അനലൈസിസ് യൂസ് ചെയ്യും. അതായത് സിംഗിൾ സാമ്പിളിൽ മൾട്ടിപ്പിൾ ടെസ്റ്റുകൾ നടത്താൻ വേണ്ടിയിട്ടും മൾട്ടിപ്പിൾ സാമ്പിളിൽ സിംഗിൾ ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ടും ആരെ യൂസ് ചെയ്യാം, റാൻഡം ആക്സസ് അനലൈസിസിന് യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമുക്ക് ഒരുപാട് സാമ്പിൾസ് ഉണ്ട്, അതിപ്പോ നമ്മൾ ഓരോന്നായിട്ട് എടുക്കുന്നു, ടെസ്റ്റ് ചെയ്യുന്നു, അങ്ങനെ ആകുമ്പോൾ അത് ടൈം കൺസ്യൂമിംഗ് ആണ് അല്ലേ? നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റ് ആയി പോകും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു റാൻഡം ആക്സസ് അനലൈസിസ് യൂസ് ചെയ്യാം. നമുക്ക് ഏത് ടെസ്റ്റ് ആണോ വേണ്ടത് ആ ഒരു ടെസ്റ്റ് നമ്മളെ കയ്യിലുള്ള എല്ലാ സാമ്പിൾസിനെയും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആരെ ഏൽപ്പിക്കാം, റാൻഡം ആക്സസ് അനലൈസിസിനെ ഏൽപ്പിക്കാം. ഓക്കെ, പിന്നെ വരുന്നതാണ് ബാച്ച് അനലൈസിസ്. ബാച്ച് അനലൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, നമ്മൾ ആ ഒരു നെയിമിൽ തന്നെ ഉണ്ട്. ഓക്കെ, ബാച്ച് അനലൈസിസ് എന്ന് പറയുമ്പോൾ ആ ഒരു നെയിമിൽ തന്നെ അതുണ്ട്, ബാച്ച് ആയിട്ടാണ്. അതായത് സാമ്പിൾസിനെ ബാച്ചസ് ആയിട്ടാണ് അത് പ്രോസസ് ചെയ്യുന്നത്. ഓക്കെ, ബാച്ചസ് ആയിട്ടാണ് പ്രോസസ് ചെയ്യുന്നത്. അതായത് നമ്മൾക്ക് ഒരുപാട് വോളിയം ഉള്ള സാമ്പിൾ ഉണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞത് റാൻഡം ആക്സസ് അനലൈസിന്റെ കേസിലാണെങ്കിൽ നേരെ തിരിച്ചായിരുന്നു.
അതായത് നമ്മൾക്ക് കുറച്ച് സാമ്പിളേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ബാച്ച് അനലൈസിസിന്റെ കാര്യം പറയുമ്പോൾ എന്താ, നമ്മളെ സാമ്പിൾ ബാച്ചസ് ആയിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സാമ്പിൾ അല്ലെങ്കിൽ ഹൈ വോള്യത്തിലാണ്, സാമ്പിളിന്റെ വോള്യം വളരെ കൂടുതലാണ്, നമുക്ക് ഈ സാമ്പിൾ ഫുള്ളായിട്ട് അല്ലെങ്കിൽ മുഴുവനായിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബാച്ച് ആയിട്ട് അല്ലെങ്കിൽ ഓരോ ബാച്ച് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടൊക്കെ നമുക്ക് അതിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാം. അതിന് നമുക്ക് ആരെ യൂസ് ചെയ്യാം, ബാച്ച് അനലൈസിസിനെ യൂസ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഡിസ്ക്രീറ്റ് അനലൈസിസിനകത്തുള്ള റാൻഡം ആക്സസ് അനലൈസർ എന്തിനാ യൂസ് ചെയ്യുന്നത്, ചെറിയ വോള്യത്തിലുള്ള സാമ്പിൾ അല്ലെങ്കിൽ സാമ്പിളിന്റെ വോള്യം വളരെ കുറവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സാമ്പിളിൽ തന്നെ മൾട്ടിപ്പിൾ ടെസ്റ്റ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സാമ്പിൾസ്, ഒരുപാട് സാമ്പിൾസ് അവൈലബിൾ ആണെങ്കിൽ അതിനെല്ലാം സെയിം ആയിട്ടുള്ള സിംഗിൾ ടെസ്റ്റ് പെർഫോം ചെയ്യണമെങ്കിൽ നമുക്ക് ആരെ യൂസ് ചെയ്യാം, റാൻഡം ആക്സസ് അനലൈസറിനെ യൂസ് ചെയ്യാം. അല്ല, നേരെ തിരിച്ച് ഒരുപാട് വോള്യം ഉള്ള ഒരു സാമ്പിൾ ആണ് നമുക്ക് അനലൈസ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരെ ചൂസ് ചെയ്യും, ബാച്ച് അനലൈസേഴ്സിനെ ചൂസ് ചെയ്യും. ഓക്കെ, ഇതാണ് ഇവരെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് അനലൈസർ ആണ് കണ്ടിന്യൂസ് ഫ്ലോ അനലൈസേഴ്സ് എന്നാണ് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് മെഷീനറി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി പ്രോസസ് സാമ്പിൾസ് ബൈ മൂവിങ് ദം ത്രൂ എ സീരീസ് ഓഫ് ഇന്റർകണക്റ്റഡ് ട്യൂബിംഗ് ആൻഡ് റിയാക്ഷൻ ചേമ്പേഴ്സ്. എന്ന് വെച്ചാൽ നമ്മൾ സാമ്പിൾസിനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും. ചില ടെസ്റ്റുകളൊക്കെ അല്ലെങ്കിൽ ചില സാമ്പിൾസ് അല്ലെങ്കിൽ നമ്മൾ ചില ഡിസീസ് ഒക്കെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണ്ടി വരും, കണ്ടിന്യൂസ് ആയിട്ട് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അതായത് ഒരു ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പം ലാബിലൊക്കെ ചിലപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും, ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ സോൾട്ട് അനാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക, അതായത് ഒരു ടെസ്റ്റ് കഴിഞ്ഞ് അടുത്ത ടെസ്റ്റ്, ഒരു റിയേജന്റ് ആഡ് ചെയ്തിട്ട് പിന്നെ അടുത്ത റിയേജന്റ് ആഡ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. എന്നാലും നമുക്കൊരു ഫൈനൽ റിസൾട്ട് അല്ലെങ്കിൽ ഒരു എൻഡ് പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ആ ഒരു എൻഡ് പ്രൊഡക്റ്റ് ആണ് നമ്മളെ സാമ്പിളിന്റെ ആ ഒരു റിസൾട്ട് ഡിറ്റർമൈൻ ചെയ്യുന്നത്. എന്താണ് സാമ്പിളിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ ഇത് നോർമൽ ആണോ, ഇതിനകത്ത് എന്താണുള്ളത് എന്നൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ആ ഒരു എൻഡ് റിസൾട്ടാണ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പൊ നമ്മൾ ലാബിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്താ, ആദ്യം ഒരു റിയേജന്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അങ്ങോട്ട് പോകും, എന്നിട്ട് അതെടുക്കും, അതിനുശേഷം ഇങ്ങോട്ട് വരും, അതെടുക്കും, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നമ്മൾക്ക് ഭയങ്കര ഹെക്റ്റിക് ആയിട്ട് നമുക്ക് തോന്നും, നമ്മളെ ഹെക്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യും, ലൈക്ക് നമുക്ക് ഒരുപാട് വർക്ക് ചെയ്യേണ്ടതായിട്ട് തോന്നും അല്ലേ. ഇപ്പൊ നമ്മൾ ആക്ച്വലി ശരിക്കും ഒരു സാമ്പിളിനെ ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിലും ഇതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ടെസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ, അതും ഒരുപാട് സാമ്പിൾസ് നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും, ലബോറട്ടറീസിലൊക്കെ ഒരുപാട് സാമ്പിൾസ് ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ ഓരോ ഇൻഡിവിജ്വൽ ടെസ്റ്റുകൾ ഇങ്ങനെ ചെയ്ത് കൊണ്ടുവരുമ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക്, നമ്മൾ മാനുവലി ചെയ്യുന്ന ടൈമിലാണെങ്കിൽ എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ പിന്നെ എല്ലാം റീസ്റ്റാർട്ട് ചെയ്യണം, ഫസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അല്ലെ. അതൊക്കെ ഒഴിവാക്കാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, കണ്ടിന്യൂസ് ഫ്ലോ അനലൈസേഴ്സിനെ യൂസ് ചെയ്യാം. ഓക്കെ, ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനകത്ത് എല്ലാം ഇപ്പൊ നമ്മൾക്ക് ഇവിടെ ഇമേജ് കാണാനല്ലേ, ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു മെഷീനാണ് അത് അല്ലെ. റൈറ്റ് സൈഡിലെ ഇമേജിലേക്ക് നോക്കൂ, ഇവിടെ നമുക്ക് എന്താണ്, അത് ലെങ്തി ആയിട്ടുള്ള ഒരു സംഭവമാണ്, ഒരു മെഷീനാണ്. അപ്പൊ അതിനകത്ത് എന്താണുള്ളത്, ഇന്റർകണക്റ്റഡ് ആയിട്ടുള്ള ട്യൂബിങ്സ് ആണുള്ളത്. ഓക്കെ, ഇന്റർകണക്റ്റഡ് ആയിട്ടുള്ള ട്യൂബിങ്സ് അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. ഇന്റർകണക്റ്റഡ് ആയിട്ടുള്ള ട്യൂബിങ്സ് ഉണ്ട്, അതുപോലെ തന്നെ റിയാക്ഷൻ ചേമ്പേഴ്സ്, ഇതൊക്കെ ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഒരു സാമ്പിൾ നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സാമ്പിൾ ഫസ്റ്റ് നമ്മൾ ഏത് റിയാക്ഷൻ ആണോ നടത്തേണ്ടത് ആ ഒരു ചേമ്പറിലേക്ക് ഇരിക്കുക. പിന്നെ അവിടുന്ന് അടുത്ത ചേമ്പറിലേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ട്യൂബിലേക്കൊക്കെ അതൊരു ട്യൂബ് വഴി മൂവ് ചെയ്യും. ഈ ഫസ്റ്റ് റിയാക്ഷൻ ചേമ്പറിൽ നിന്ന് സെക്കൻഡ് റിയാക്ഷൻ ചേമ്പറിലേക്ക് അതൊരു ട്യൂബ് വഴി മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്തിട്ട് നമുക്ക് സാമ്പിളിനെ ഓരോ റിയാക്ഷൻ ചേമ്പറിലും വെച്ചിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള റിയേജൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇത് ഓട്ടോമാറ്റിക്കലി ഫൈനൽ ആയിട്ടുള്ള ഒരു എൻഡ് പ്രൊഡക്റ്റ് ആയിരിക്കും നമ്മളെ കയ്യിൽ കിട്ടുക. അപ്പൊ നമ്മൾ എന്താ, മാനുവലി നമുക്ക് ഒരുപാട് റിസ്ക് ഇത് കാരണമായിട്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നമുക്ക് ഒരുപാട് റിസ്ക് ഇത് കാരണമായിട്ട് അവോയ്ഡ് ചെയ്യാം. കാരണം നമുക്ക് എന്താണ്, വളരെ ഹെക്റ്റിക് ആയിട്ടുള്ള ലോഡ് ഇല്ല, നമ്മൾ മെഷീനിനകത്ത് സാമ്പിൾ പ്രൊവൈഡ് ചെയ്യാൻ മാത്രം മതി. സാമ്പിൾ ഒരു സീരീസ് ഓഫ് ടെസ്റ്റ് അണ്ടർഗോ ചെയ്തിട്ട് നമുക്ക് ഫൈനൽ ആയിട്ടുള്ള എൻഡ് പ്രൊഡക്റ്റ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നത്, കണ്ടിന്യൂസ് ഫ്ലോ അനലൈസേഴ്സ് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടെസ്റ്റുകൾ ഒരു സാമ്പിളിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ടെസ്റ്റുകൾ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും യൂസ് ചെയ്യാൻ പറ്റുന്നത് കണ്ടിന്യൂസ് ഫ്ലോ അനലൈസേഴ്സ് ആണ്. ആ നെയിമിനകത്ത് തന്നെ അത് പറയുന്നുണ്ട് അല്ലെ, കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് സീരീസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് പറയാനുള്ളത് സെൻട്രിഫ്യൂഗൽ അനലൈസേഴ്സ് ആണ്. സെൻട്രിഫ്യൂഗൽ അനലൈസേഴ്സ് നമുക്ക് മേ ബി കോമൺ ആയിരിക്കും, പലരും കണ്ടിട്ടൊക്കെ ഉണ്ടാവും അല്ലെ. അതായത് നമ്മൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, അതായത് ഇപ്പൊ നമ്മളൊരു റോപ്പ് എടുത്തിട്ട്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഇങ്ങനെ ഒരു
റോപ്പ് എന്തെങ്കിലും എടുത്തിട്ട് അതിങ്ങനെ ഒരു കയറിൽ കെട്ടിയിട്ട് അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സെന്ററിൽ ഒരു ഫോഴ്സ് നമുക്ക് ഫീൽ ചെയ്യും. ഇതിന്റെ സെന്ററിലായിട്ട് നമുക്ക് ഒരു ഫോഴ്സ് ഫീൽ ചെയ്യും. ആ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ആ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സെൻട്രിഫ്യൂഗൽ അനലൈസിസ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സെൻട്രിഫ്യൂഗൽ അനലൈസിസ് വർക്ക് ചെയ്യുന്നത് എന്താ? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് യൂസ് ചെയ്തിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതായത് ബേസിക്കലി നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ടെസ്റ്റ് ട്യൂബ് ഉണ്ടല്ലോ, നമ്മൾ ടെസ്റ്റ് ട്യൂബിനകത്ത് നമ്മൾക്ക് സാമ്പിളിനെ നമ്മൾ യൂസ് ചെയ്യും. നമ്മൾ സാമ്പിളിനെ എടുക്കും. സാമ്പിളിനെ എടുത്തിട്ട് ഈ ഒരു സെൻട്രിഫ്യൂഗൽ ചേമ്പർ, അതിനകത്തൊരു ടെസ്റ്റ് ട്യൂബ് ഹോൾഡർ പോലത്തെ അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബ്സ് പ്ലേസ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു പിറ്റ് അല്ലെങ്കിൽ വെല്ലൊക്കെ ഈ ഒരു സെൻട്രിഫ്യൂഗൽ അനലൈസേഴ്സിനകത്ത് ഉണ്ടാവും. അതിനകത്ത് നമ്മൾ പ്രോബബ്ലി ഒരു സർക്കുലർ ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവുക. അതായത് അതിന്റെ ഇമ്പോർട്ടൻസ് അതാണ്. ഒരു സർക്കുലർ ആയിട്ടായിരിക്കും നമ്മൾക്ക്, കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ ഒരു സർക്കുലർ ആയിട്ടായിരിക്കും നമ്മൾക്ക് ഈ ഒരു ടെസ്റ്റ് ട്യൂബ്സ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ടെസ്റ്റ് ട്യൂബ്സ് നമ്മൾ ഇങ്ങനെ സർക്കുലർ ആയിട്ട് ഇങ്ങനെ വേണം അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിനകത്ത് നമ്മൾ ടെസ്റ്റ് ട്യൂബിനകത്ത് സാമ്പിൾ ഉണ്ടാവുമല്ലോ, ആ സാമ്പിൾ എല്ലാ ടെസ്റ്റ് ട്യൂബിലും, ഇപ്പൊ നമ്മൾ ഒരു 2 ടെസ്റ്റ് ട്യൂബ് ആണ് വെക്കുന്ന വിചാരിച്ചോ, അതിനകത്ത് 2 ടെസ്റ്റ് ട്യൂബിലും ഈക്വൽ ലെവലിലായിരിക്കും സാമ്പിൾ വേണ്ടത്. ഓക്കെ, ഈക്വൽ ലെവലിൽ വേണം സാമ്പിൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ടെസ്റ്റ് ട്യൂബ്സ് വെക്കുന്ന സമയത്ത് ടെസ്റ്റ് ട്യൂബ്സ് ഇപ്പൊ നമ്മളെ കയ്യിൽ 2 ടെസ്റ്റ് ട്യൂബ്സ് ആണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിനെ ഫേസ് ടു ഫേസ് ആയിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ 4 ടെസ്റ്റ് ട്യൂബ് ആണെങ്കിലും ഫേസ് ടു ഫേസ് വെക്കാം. അപ്പൊ നമുക്കൊരു സംശയം വരും, ഇപ്പൊ നമ്മളെ കയ്യിൽ 3 ടെസ്റ്റ് ട്യൂബ്സേ ഉള്ളൂ, അപ്പൊ അതെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ടെസ്റ്റ് ട്യൂബിൽ സെയിം ലെവലിൽ വാട്ടർ എടുക്കുക. വാട്ടർ എടുത്തിട്ട് അത് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താണ്, അപ്പൊ 4 ടെസ്റ്റ് ട്യൂബ് ആയല്ലോ, ഈ 4 ടെസ്റ്റ് ട്യൂബ്സ് ഫേസ് ടു ഫേസ് വെക്കുക. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെൻട്രിഫ്യൂഗൽ അനലൈസേഴ്സിൽ ടെസ്റ്റ് ട്യൂബ് വെക്കുമ്പോൾ ഈവൻ നമ്പർ ആയിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. എന്നാലാണ് ആ ഫോഴ്സ് ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോവുള്ളൂ, എന്നാലേ അത് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ മേ ബി മെഷീന് കംപ്ലൈന്റ് പോലെയൊക്കെ, അല്ലെങ്കിൽ ആ ഒരു ഫോഴ്സ് ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യാതിരുന്നിട്ട് നമുക്ക് പ്രോപ്പർ ആയിട്ട് നമുക്ക് എന്തിനു വേണ്ടിയിട്ടാ, നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയാതെ വരും. അതായത് ഇപ്പം ബേസിക്കലി നമ്മൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ഒരു ലിക്വിഡ് ആയിരിക്കും, അതിനകത്ത് എന്തെങ്കിലും സെഡിമെന്റ്സ് അല്ലെങ്കിൽ ഒരു പ്രസിപ്പിറ്റേറ്റ് ഒക്കെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇതിനകത്ത് സൊല്യൂട്ട് ഉണ്ട്, പക്ഷെ അത് ഭയങ്കരമായിട്ട് മിക്സ്ഡ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു സൊല്യൂട്ടിനെ മാത്രം സെപ്പറേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ആ ഒരു മുകളിലുള്ള വാട്ടർ ഉണ്ടല്ലോ, ആ ഒരു സോൾവെന്റ് പോലെയുള്ള വാട്ടർ, അതിനെ മാത്രം, അല്ലെങ്കിൽ ആ ഒരു സൊല്യൂഷനെ മാത്രം നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെൻട്രിഫ്യൂഗൽ ടെസ്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ടെസ്റ്റ് ട്യൂബിൽ വെച്ചിട്ട് നമ്മൾ നല്ല ഫോഴ്സിലായിരിക്കും ഇത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവുക. അതായത് ഭയങ്കര സ്പീഡിലായിരിക്കും ഇത് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 2 മിനിറ്റ്സ് ഒക്കെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ടെസ്റ്റ് ട്യൂബ്സ് എടുത്ത് നോക്കുമ്പോൾ അത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഒരു സെൻട്രിഫ്യൂഗൽ അനലൈസേഴ്സിനെ യൂസ് ചെയ്തിട്ട് അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാം. ചിലപ്പോൾ നമ്മൾക്ക് ഫെർദർ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഒന്നല്ലെങ്കിൽ അതിന്റെ താഴെ വന്നിട്ടുള്ള ആ ഒരു പ്രസിപ്പിറ്റേറ്റ് മതിയാവും, അല്ലെങ്കിൽ അതിന്റെ മുകളിലുള്ള ആ ഒരു വാട്ടർ പോർഷൻ മാത്രം മതിയാവും. അപ്പൊ അതൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു സെൻട്രിഫ്യൂഗൽ അനലൈസേഴ്സ് യൂസ് ചെയ്യാം. അപ്പം ഇവിടെ പറഞ്ഞിട്ടുള്ളത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ടു മൂവ് സാമ്പിൾസ് ആൻഡ് റിയേജൻസ് ഇൻടു ക്യുവെറ്റ്സ് ഫോർ മിക്സിംഗ് ആൻഡ് മെഷർമെന്റ്. നമ്മൾ പറഞ്ഞിട്ടുള്ള ടെസ്റ്റ് ട്യൂബിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള വേറെ വേർഡാണ് ക്യുവെറ്റ്. ഇനി അത് കണ്ടിട്ട് കൺഫ്യൂഷൻ ആവേണ്ട. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് സാമ്പിൾസ്, നമ്മൾ നേരത്തെ പറഞ്ഞു മൾട്ടിപ്പിൾ ടെസ്റ്റ് ട്യൂബ്സ് നമുക്ക് ഇതിനകത്ത് പ്ലേസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരുപാട് സാമ്പിൾസിന് നമുക്ക് പെട്ടെന്ന് തന്നെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സെൻട്രിഫ്യൂഗൽ അനലൈസേഴ്സ് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ബേസിക്കലി സെൻട്രിഫ്യൂഗൽ അനലൈസേഴ്സ് യൂസ് ചെയ്യുന്നത് അവരുടെ പേര് പോലെ തന്നെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. അത്രയും കാര്യങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അത് പിന്നീട് നമുക്ക് പറയാനുള്ളതാണ് ഡ്രൈ കെമിസ്ട്രി അനലൈസേഴ്സ്. ഡ്രൈ കെമിസ്ട്രി അനലൈസേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഇതുവരെ പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നു, ലിക്വിഡ് ആയിട്ടുള്ള സാമ്പിൾസിന്റെ കാര്യമായിരുന്നു അല്ലേ, അല്ലെങ്കിൽ ഒരു സോൾവെന്റ് സൊല്യൂട്ട് ഫോമിലുള്ള അങ്ങനെ ലിക്വിഡ് ആയിട്ടുള്ള സാമ്പിൾ അനലൈസ് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ടെസ്റ്റ് ട്യൂബ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഉള്ള ഒരു അനലൈസിങ് അതിന്റെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ പറയാനുള്ളത് ഡ്രൈ ആയിട്ടുള്ള റിയേജൻസ് യൂസ് ചെയ്തിട്ടുള്ള കേസാണ്. ഓക്കെ, നമ്മളെ ഇവിടെ യൂസ് ചെയ്യുന്നത്
റിയേജൻസ് ഓൾറെഡി സ്ലൈഡിനകത്ത് സ്പ്രെഡ് ചെയ്തിട്ട് ഡ്രൈ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് ഇത് പെട്ടെന്ന് ഈസി ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ഇതിനകത്ത് പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ യൂസ് വരുന്നത് പോയിന്റ് ഓഫ് കെയർ ടെസ്റ്റിംഗ്, പോക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. അത് നമുക്ക് പഠിക്കാനുണ്ട്. അത് കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഡീൽ ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ പോക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ വരുന്ന സമയത്താണ് പോക്റ്റിന്റെ യൂസ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്. അതായത് ഇപ്പം പേഷ്യൻസ് ബെഡ് റിഡൺ ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് വന്നിട്ട് പെട്ടെന്ന് ഒരു ടെസ്റ്റ് റിസൾട്ട് നമ്മൾക്ക് വേണം, അല്ലെങ്കിൽ ആ ഒരു ടെസ്റ്റ് റിസൾട്ട് കിട്ടിയിട്ട് വേണം ബാക്കി ഫെർദർ ട്രീറ്റ്മെന്റ് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കേസിൽ യൂസ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ടെക്നിക്സ് ആണ്. പോക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് ഓഫ് കെയർ ടെസ്റ്റിംഗ് എന്നാണ്. അതാണ് അപ്പം ഇത് ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. പോക്റ്റിനകത്ത് വരുന്ന ഒരുപാട് എക്യുപ്മെന്റ്സ് ഉണ്ട്. അത് നമ്മൾ കുറച്ച് എക്യുപ്മെന്റ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ ആ ഒരു പോക്റ്റിനകത്തൊക്കെ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ ഡ്രൈ റിയേജന്റ് സ്ലൈഡ്സ് ആണ്. അത് യൂഷ്വലി നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. അതുപോലെ പേഷ്യന്റിന്റെ അടുത്ത് വന്നിട്ട് ചെയ്യുന്നതാണ്. അതായത് പേഷ്യന്റിന്റെ അടുത്ത് പോയിട്ട് നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് മൊബൈലായിട്ട് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്യുപ്മെന്റ്സ് ആയിരിക്കും മിക്കവാറും പോക്റ്റിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് നമുക്ക് എന്താണ് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഡ്രൈ റിയേജന്റ് സ്ലൈഡ്സ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഈ ഡ്രൈ കെമിസ്ട്രി അനലൈസിസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. പിന്നെ നമുക്ക് പറയാനുള്ളതാണ് ഇമ്മ്യൂണോ അസേ അനലൈസിസ്. ഓക്കെ, അപ്പൊ ഇമ്മ്യൂണോ അസേ അനലൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻസ് ആണ് ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് അറിയണമെങ്കിൽ ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻസ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്ക് അറിയണം, അല്ലെ? അപ്പൊ അതിന്റെ മുന്നേ എന്താണ് ആന്റിജൻ, എന്താണ് ആന്റിബോഡി എന്നൊക്കെ മനസ്സിലാവണം, അല്ലെ? അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. ആന്റിബോഡി അല്ല, ആന്റിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബോഡിക്കകത്തേക്ക് വരുന്ന ഫോറിൻ പാർട്ടിക്കിളിനെ എന്തിനെ വേണമെങ്കിലും നമുക്ക് ആന്റിജൻ എന്ന് പറയാം. അതായത് ഇപ്പൊ നമ്മളെ ബോഡിക്കകത്തേക്ക് ഒരു ബാക്ടീരിയ വരികയാണ്, അല്ലെങ്കിൽ ഒരു വൈറസ്, അല്ലെങ്കിൽ ഒരു ഫംഗസ്, അങ്ങനെ നമ്മുടെ ബോഡിന്റെ ഉള്ളിലുള്ളതല്ല, നമ്മുടെ ബോഡിയുടെ ഉള്ളിലുള്ളതല്ലാതെ പുറത്തുനിന്ന് വരുന്ന എന്തൊരു ഒബ്ജക്റ്റിന് നമ്മൾ ആന്റിജൻ എന്ന് പറയും. ഓക്കെ, പിന്നെ ഈ വന്നിട്ടുള്ള ആന്റിജൻ ഉണ്ടല്ലോ, ഈ വന്നിട്ടുള്ള ആന്റിജൻ നമ്മളെ ബോഡിക്കകത്ത് ആന്റിബോഡീസ് ഉണ്ടാവും. ആന്റിബോഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബോഡിക്കകത്തുള്ള കമ്പോണൻസ് ആണ്. അത് ഈ പറഞ്ഞിട്ടുള്ള ആന്റിജൻസിനൊക്കെ നമ്മളെ ബോഡിയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അതായത് ആന്റിജൻസ് എന്താ, ഫോറിൻ കമ്പോണൻസാ. അത് നമ്മളെ ബോഡിന്റെ ഉള്ളിൽ വരുന്നത് നല്ലതല്ല, അല്ലെ? നമുക്ക് ആന്റിജൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ഡിസീസസ് ഒക്കെ വരും. അപ്പൊ ആന്റിബോഡീസ് എന്താണെന്ന് അറിയോ? ആന്റിബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആന്റിബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബോഡിക്കകത്ത് ഉള്ളതാണ്. ആന്റിബോഡി നമ്മളെ ബോഡിക്കകത്തുള്ളതാണ്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റിജൻ അഗേൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, നമ്മളെ ബോഡിയിൽ നമ്മളെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. എസ്പെഷ്യലി നമ്മളെ ബോഡിന്റെ ഇമ്മ്യൂൺ സിസ്റ്റം ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇമ്മ്യൂൺ സിസ്റ്റം ആണ് ആന്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ആന്റിബോഡിയും ആന്റിജനും തമ്മിൽ ഇന്ററാക്ട് ചെയ്യും, എന്നിട്ട് ആന്റിബോഡി ആന്റിജനെ കില്ല് ചെയ്യും. അങ്ങനെയാണ് അത്. പിന്നെ എങ്ങനെ ഇത് നമ്മൾ എങ്ങനെയാണ് ഈ ടെസ്റ്റിനൊക്കെ യൂസ് ചെയ്യുന്നത്? അതായത് ആന്റിബോഡി ആന്റിജൻ ഇന്ററാക്ട് ചെയ്യും, ആന്റിബോഡി ആന്റിജനെ കില്ല് ചെയ്യും. പക്ഷെ നമ്മളിപ്പോ ടെസ്റ്റിന് എങ്ങനെ യൂസ് ചെയ്യാം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, എന്ത് പറയാം? ആന്റിജൻ ആൻഡ് ആന്റിബോഡി ആർ ഹൈലി സ്പെസിഫിക്. ഓക്കെ, അതായത് ഇതൊരു ആന്റിബോഡിയാണ് വിചാരിക്കുക. ഓക്കെ, ഇനി നമുക്ക് വേറൊരു ആന്റിബോഡിനെ വരക്കാം. ഇത് വേറൊരു ആന്റിബോഡിയാണ്. ഇനി നമുക്ക് എന്താ ആന്റിജൻ വേണം, അല്ലെ? ആന്റിജൻ വേണം. ഈ റൗണ്ട് ഉള്ളത് ആന്റിജൻ ആണ്. ഇവിടെ ഈ റൗണ്ട് ഉള്ളത് ആന്റിജൻ ആണ് കേട്ടോ. ആന്റിജൻ ആന്റിബോഡിയിൽ വന്ന് ബൈൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് നിന്ന് എന്ത് മനസ്സിലാക്കാം? നമുക്ക് ഈ റെഡ് ആന്റിബോഡിനെ ഒന്നുകൂടി വരക്കാം. അതേപോലെ ഗ്രീൻ ആന്റിബോഡിനെ നമുക്ക് ഒന്നുകൂടി വരക്കാം. ഇത് ആന്റിബോഡിയാണ്. പിന്നെ ഇത് നമ്മളെ നേരത്തെ റെഡ് ആന്റിജൻ ആണ്. ഓക്കെ, ഇവിടെ റെഡ് ആന്റിജൻ ഉണ്ട്. അയ്യോ, ആന്റിജൻ കുറച്ച് നീണ്ടുപോയി. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. ഒരു മിനിറ്റ്. എനിഹോ നമുക്ക് ഇത് വെച്ചിട്ട് പറയാം. ഈ റെഡ് ആന്റിബോഡിയും ആന്റിജനും ഇന്ററാക്ട് ചെയ്യുന്നത് നിങ്ങൾ കണ്ടല്ലോ, അല്ലെ? അപ്പൊ റെഡ് ആന്റിബോഡിയും റെഡ് ആന്റിജനും അവർ മാത്രമേ ഇന്ററാക്ട് ചെയ്യുള്ളൂ. അല്ലാതെ റെഡ് ആന്റിജൻ ഗ്രീൻ ആന്റിബോഡിനോട് ഇന്ററാക്ട് ചെയ്യില്ല. അവർ ഹൈലി സ്പെസിഫിക് ആണ്, വളരെ സ്പെസിഫിക് ആണ്. അതായത് ഒരു ആന്റിബോഡി ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ആന്റിജൻ ഉണ്ടാവും. ഓക്കെ, ഒരു ആന്റിജൻ ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ആന്റിബോഡി ഉണ്ടാവും.
അങ്ങനെയാണ്. ഒരു ആന്റിജൻ ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ആന്റിബോഡി ഉണ്ടാവും. ആ ആന്റിബോഡി മാത്രമേ റിയാക്ട് ചെയ്യുള്ളൂ. അതേപോലെ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള ഗ്രീൻ ആന്റിബോഡിയും ഗ്രീൻ ആന്റിജനും കണ്ടില്ലേ? അതിനകത്ത് ഗ്രീൻ ആന്റിജൻ റിയാക്ട് ചെയ്യുന്നത് ഗ്രീൻ ആന്റിബോഡിനോട് മാത്രമാണ്. ഈ റെഡ് ആന്റിബോഡി ഗ്രീൻ ആന്റിജനെ കണ്ടതായിട്ടേ നടിക്കില്ല. അവർ ഇന്ററാക്ട് ചെയ്യില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവര് ഹൈലി സ്പെസിഫിക് ആണ്, വളരെ സ്പെസിഫിക് ആയിട്ടാണ് ഇവർ ഇന്ററാക്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു പ്രിൻസിപ്പിൾ, ഈ ഒരു ബേസിക് അല്ലെങ്കിൽ സ്പെസിഫിസിറ്റി, ആന്റിബോഡി ആന്റിജൻ ഇന്ററാക്ഷന്റെ സ്പെസിഫിസിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടെസ്റ്റുകൾ ചെയ്യുന്നത്. ഈ ഒരു ഇമ്മ്യൂണാസ് അനലൈസേഴ്സിൽ ടെസ്റ്റുകൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഒരു ആന്റിബോഡി ഏത് ആന്റിജനോടാണ് ഇന്ററാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ആന്റിജന് അഗേൻസ്റ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്റിബോഡി ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതെങ്ങനെയാന്നല്ലേ, ഇപ്പൊ നമുക്കൊരു ആന്റിജൻ ഉണ്ട് വിചാരിക്കുക. ആ ആന്റിജന് അഗേൻസ്റ്റ് ആയിട്ട് നമ്മളെ ബോഡി ഒരു ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം നമുക്കൊരു പെർട്ടിക്കുലർ ആന്റിബോഡീസ് നമുക്ക് ലാബിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് നമുക്ക് വേണ്ട ഒരു ആന്റിജനോട് ഇന്ററാക്ട് ചെയ്യുന്ന ആന്റിബോഡിനെ ലാബിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ പറയുന്നത് മോണോക്ലോണൽ ആന്റിബോഡി ടെക്നിക്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. അത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ആന്റിജനെ, നമുക്ക് ഏത് ആന്റിജൻ അഗേൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡീനെയാണോ വേണ്ടത്, ആ ആന്റിജൻ നമ്മൾ യൂഷ്വലി എക്സ്പെരിമെന്റൽ ഓർഗാനിസംസ് ആയിട്ടുള്ള റാബിറ്റ് ഉണ്ട്, റാറ്റ് ഉണ്ട്, ഗിനിയ പിഗ്, ഇവർക്കൊക്കെ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ആന്റിജനെ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവരെ ബോഡിക്കകത്തുനിന്ന് ആ ആന്റിജൻ അഗേൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. അതായത് നമ്മളെ ബോഡിക്കകത്ത് ഒരു ആന്റിജൻ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ബോഡി തന്നെ ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് ഒരു ആന്റിജന് അഗേൻസ്റ്റ് ആയിട്ട് ആന്റിബോഡി വേണമെങ്കിൽ ആ ആന്റിജനെ ഇതുപോലുള്ള ഓർഗാനിസത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ബോഡി ആന്റിബോഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. അത് പിന്നെ ഫെർദർ ആയിട്ടുള്ള ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ലാബ് വഴി നമുക്കിപ്പം ഹാറ്റ് മീഡിയയിൽ ഗ്രോ ചെയ്യണം, അങ്ങനെ മൈലോമ സെൽസ് വേണം, അങ്ങനെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. എന്തായാലും അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ഇനിയോ നമ്മൾക്ക് ഇങ്ങനെ ലാബ് വഴി അല്ലെങ്കിൽ ലാബൊക്കെ യൂസ് ചെയ്തിട്ട് ആന്റിബോഡീസിനെ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ എന്ത് മനസ്സിലാക്കാം, നമ്മൾക്ക് ഏതൊരു ആന്റിജൻ അല്ലെങ്കിൽ ഏതൊരു കമ്പോണന്റിന്റെയും പ്രസൻസ് ഈ ആന്റിബോഡിനെ യൂസ് ചെയ്തിട്ട് ഡിറ്റക്ട് ചെയ്യാം. കാരണം എന്താണ്, ഒരു പെർട്ടിക്കുലർ കമ്പോണന്റിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡി ആ ഒരു കമ്പോണന്റിനോട് മാത്രമേ റിയാക്ട് ചെയ്യുള്ളൂ. അപ്പൊ അവർ തമ്മിലുള്ള റിയാക്ഷൻ നടക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ ഇമ്മ്യൂണോഅസ്സേ വഴി ടെസ്റ്റ് ചെയ്യുന്നത്. റിയാക്ഷൻ നടക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ആ ഒരു ആന്റിജൻ അവിടെ പ്രസന്റ് ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു ആന്റിജന്റെ പ്രസൻസ് ഇങ്ങനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മളെ ഹോർമോൺസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡ്രഗ്സ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോട്ടീൻസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്കിപ്പോ ഒരു ഹോർമോൺ പ്രസൻസ്, ഇപ്പൊ തൈറോയ്ഡ് ഹോർമോണിനെ എടുക്കാം. നിങ്ങൾക്ക് തൈറോയ്ഡ് ഹോർമോൺ ഒരാളുടെ ബോഡിയിൽ പ്രസന്റ് ആണോ അല്ലെ നോക്കണം. എന്തായാലും പ്രസന്റ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ആദ്യം നമ്മൾ തൈറോയ്ഡ് ഹോർമോൺ അഗേൻസ്റ്റ് ആയിട്ടുള്ള ഒരു ആന്റിബോഡിനെ പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് ആ ആന്റിബോഡിനെ നമ്മൾ അതിനകത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ഒരു വെല്ല് എന്നൊക്കെ പറയും. ഓക്കെ, അങ്ങനെ വെൽസിനകത്ത് നമ്മൾ ആ ഒരു ആന്റിബോഡിനെ വെക്കും. അതിനുശേഷം നമ്മൾ നമ്മൾ ആരുടെ ബോഡിയിലാണോ തൈറോയ്ഡ് ഹോർമോണിന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യേണ്ടത്, അയാളുടെ ബോഡിക്കകത്ത് നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള സാമ്പിള് നമ്മൾ ഈ വെൽസിനകത്തോട്ട് ഒഴിക്കും. ഓക്കെ, അത് മിക്സ് ചെയ്യും. അതായത് ഈ ആന്റിബോഡി കോംപ്ലക്സിനുമായിട്ട് നമ്മൾ സാമ്പിൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കും. അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആന്റിജൻ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അതായത് തൈറോയ്ഡ് ഹോർമോൺ ആണ് ഇവിടെ നമ്മൾ പറഞ്ഞ ആന്റിജൻ. ആ തൈറോയ്ഡ് ഹോർമോൺ പ്രസന്റ് ആണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും അതിന്റെ ആന്റിബോഡിനെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഹൈ അഫിനിറ്റി ആണല്ലോ, ആന്റിബോഡിന്റെ അടുത്ത് പോയിട്ട് ബൈൻഡ് ചെയ്യും. ഇവരിങ്ങനെ ബൈൻഡ് ചെയ്താൽ മാത്രം ചിലപ്പോൾ ചില പ്രത്യേക കളേഴ്സ് ഫോം ചെയ്യും. അതായത് ക്രോമഫോഴ്സ് അല്ലെങ്കിൽ കളേർഡ് കോംപ്ലക്സ് ഫോം ചെയ്യും. ഓക്കെ, അവരിങ്ങനെ ബൈൻഡ് ചെയ്താൽ മാത്രം ഒരു കളറ് ഡെവലപ്പ് ചെയ്യുന്ന പെർട്ടിക്കുലർ എൻസൈംസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്സസറി പ്രോട്ടീൻസോ ഒക്കെ നമ്മൾ ഓൾറെഡി ആന്റിബോഡിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ആന്റിബോഡിന്റെ കൂടെ ഒരു പ്രോട്ടീൻസ് എന്തെങ്കിലും എൻസൈമോ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും. ആന്റിബോഡി ആന്റിജനോട് റിയാക്ട് ചെയ്താൽ മാത്രമേ അവരൊരു കളേർഡ് കോംപ്ലക്സ് ഫോം ചെയ്യുള്ളൂ. അപ്പൊ ഈ കളേർഡ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം, നമ്മളെ സാമ്പിളിനകത്ത് ആന്റിജൻ ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാം. ഇപ്പൊ ഇവിടെ നമ്മൾ ഈ തൈറോയ്ഡ് ഹോർമോൺ പ്രസന്റ് ആയിട്ടുള്ള ഒരു സാമ്പിൾ ആണ് പ്രൊവൈഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സാമ്പിള് എന്ത് ചെയ്യും, നമ്മളെ വെൽസിനകത്തുള്ള ആന്റിബോഡിന്റെ അടുത്ത് ഇന്ററാക്ട് ചെയ്യും. അപ്പൊ അത് കാരണമായിട്ട് ആന്റിബോഡിയിൽ ഓൾറെഡി നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുള്ള എൻസൈം ഒരു കളേർഡ് ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും. അപ്പൊ ഒരു കളറേഷൻ സംഭവിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഓക്കെ തൈറോയ്ഡ് ഹോർമോൺ പ്രസന്റ് ആണ്. ഓക്കെ, ഇനി അല്ല എന്നുണ്ടെങ്കിൽ തൈറോയ്ഡ് ഹോർമോൺ ഇല്ലാത്തൊരു സാമ്പിൾ ആണെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ നമ്മൾ ഈ സാമ്പിളും പിന്നെ ആന്റിബോഡിയും മിക്സ് ചെയ്യുമ്പം അവിടെ ആന്റിബോഡിനുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരില്ല, ആന്റിജൻ ഇല്ല. അപ്പൊ എന്ത് ചെയ്യും, അവിടെ ഇന്ററാക്ട് ചെയ്യില്ല.
അവിടെ കളറേഷൻ വരില്ല. കാരണം ഇന്ററാക്ട് ചെയ്താൽ മാത്രമാണ് ഈ ഒരു എൻസൈമിന് ഒരു കളറേഷൻ വരുത്താനുള്ള എബിലിറ്റി ഉള്ളത്. അപ്പൊ അതുകൊണ്ട് കളറേഷൻ വരില്ല. അങ്ങനെ അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ഓക്കെ കളറേഷൻ വന്നിട്ടില്ല, ആന്റിജൻ ആബ്സെന്റ് ആണെന്ന് മനസ്സിലാക്കാം. അതാണ് ബേസിക് ആയിട്ടുള്ള ടെക്നിക്സ്. അപ്പം ഇമ്മ്യൂണാസെ ടെക്നിക്സിലൊക്കെ ഏകദേശം ഈ ഒരു പ്രിൻസിപ്പിൾ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിനെ തന്നെ മാറ്റും മറിച്ചും ഒരുപാട് ഡിഫറെന്റ് മോഡ്സിൽ നമ്മൾ ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. അത്രയൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. ജസ്റ്റ് ഈ ഒരു ഇമ്മ്യൂണാസെ അനലൈസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പ്രിൻസിപ്പിൾ ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻ ആണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. പിന്നെ ബേസിക്കലി ഒരു കാര്യം പറയുമ്പോൾ അത് ഫുള്ളായിട്ട് പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ കേട്ടൊരു ഓർമ്മയെങ്കിലും ഉണ്ടാവുമല്ലോ, ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും വിചാരിച്ചിട്ട് ഇങ്ങനെ പറയുന്നതാണ്. ഓക്കെ, നമുക്ക് ആസേ ടെക്നിക്സ് നോക്കാം. ആസേ ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അത് ഏകദേശം ഒരു സാമ്പിളിനകത്ത് ഒരു നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആള്, അതായത് ഒരു പെർട്ടിക്കുലർ സബ്സ്റ്റൻസ് പ്രസന്റ് ആണോ അല്ലയോ, അല്ലെങ്കിൽ അതിന്റെ ഉണ്ടെങ്കിൽ തന്നെ ക്വാളിറ്റി എത്രയാണ്, അത് എത്രമാത്രം അതിന്റെ ക്വാളിറ്റി ഉണ്ട്, അതേപോലെ ക്വാണ്ടിറ്റി അല്ല, അതായത് അതിന്റെ എമൗണ്ട്, എത്ര എമൗണ്ട് ഓഫ് ഈ ഒരു പെർട്ടിക്കുലർ സബ്സ്റ്റൻസ് പ്രസന്റ് ആണ് എന്നൊക്കെ നമുക്ക് വിവരം തരും. അല്ലെങ്കിൽ ഈ സബ്സ്റ്റൻസ് പ്രസന്റ് ആണോ ആബ്സെന്റ് ആണോ എന്നുള്ള വിവരങ്ങളൊക്കെ തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അസേ ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് പറയുന്ന അസേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോമെട്രിക് അസേ എന്നാണ്. ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് എന്നാണ് അർത്ഥം അല്ലെ. അപ്പൊ ഇവിടെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റ് യൂസ് ചെയ്തിട്ട് നടത്തുന്ന അസേ ആണ് ഫോട്ടോമെട്രിക് അസേ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മള് ഒരു ലൈറ്റ്, നമ്മളിപ്പം ലൈറ്റ് നമുക്കറിയാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലൈറ്റ്സ് ഉണ്ട്. വിസിബിൾ ലൈറ്റ് ഉണ്ട്, UV ലൈറ്റ് ഉണ്ട്, ഇൻഫ്രാറെഡ് ഉണ്ട് അല്ലെ. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലൈറ്റ്സ് ഉണ്ട്. ഇവർക്കൊക്കെ ഡിഫറെന്റ് വേവ് ലെങ്ത് ആണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും അല്ലെ. അതായത് ഇപ്പൊ നമ്മളെ വിസിബിൾ ലൈറ്റിനകത്ത് തന്നെ എന്താണ് 7 കളേഴ്സ് നമ്മൾ പറയും അല്ലെ. ഏതൊക്കെയാ റെയിൻബോയിലുള്ള കളേഴ്സ് അല്ലെ, വിബ്ജിയോർ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇതൊക്കെ എന്താണ് വിസിബിൾ ലൈറ്റിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലൈറ്റ്സ് ആണ്. ഇവരെങ്ങനെയാ ഡിഫറെന്റ് ആയത്? അതായത് ഇവരുടെയൊക്കെ വേവ് ലെങ്ത് ഡിഫറെന്റ് ആണ്. വയലറ്റിന്റെ വേവ് ലെങ്ത് അല്ല റെഡിനുള്ളത്, റെഡിന്റെ വേവ് ലെങ്ത് അല്ല ഗ്രീനിനുള്ളത്, ഗ്രീനിന്റെ വേവ് ലെങ്ത് അല്ല യെല്ലോക്കുള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് ഇവരൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ലൈറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ആ ഒരു ലൈറ്റ്സിനെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു സാമ്പിളിനെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഫോട്ടോമെട്രിക് അസേയിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇമേജ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളിവിടെ ലൈറ്റ് പ്രൊവൈഡ് ചെയ്യും. അത് മേ ബി പല വേവ് ലെങ്ത്തിലുള്ള ലൈറ്റ് പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സിംഗിൾ വേവ് ലെങ്ത്, ഒരൊറ്റ വേവ് ലെങ്ത്തിലുള്ള ലൈറ്റിനെ മാത്രം നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് പല ടൈപ്പ് ഓഫ് ഫോട്ടോമെട്രിക് അസേ ഉണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ ബേസിക്കലി നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈറ്റിനെ പ്രൊവൈഡ് ചെയ്യും. ഈ ലൈറ്റ് എന്ത് ചെയ്യും, നമ്മളെ സാമ്പിളിനകത്തൂടെ പാസ് ചെയ്യും. അപ്പോൾ ഇനീഷ്യലി ഈ ലൈറ്റിന്റെ വേവ് ലെങ്ത് അല്ലെങ്കിൽ അത് എത്രമാത്രം എമൗണ്ട് ഓഫ് ലൈറ്റ്, എത്ര ഇന്റൻസ് ആയിട്ടുള്ള ലൈറ്റ് ആണെന്നുള്ള ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്. അതിനുശേഷം സാമ്പിളിലൂടെ പോയിട്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ലൈറ്റിനെ വീണ്ടും മെഷർ ചെയ്യും. ഓക്കെ, നമ്മളൊരു ഡിറ്റക്ടർ യൂസ് ചെയ്തിട്ട്, ഡിറ്റക്ടർ എന്നാണ് അതിനകത്ത് പറയുന്നത്, ഒരു ഡിറ്റക്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ലൈറ്റിനെ വീണ്ടും മെഷർ ചെയ്യും. അപ്പൊ നമുക്ക് മനസ്സിലാകും എത്രമാത്രം ലൈറ്റ് ആണ് നമ്മളെ സാമ്പിൾ അബ്സോർബ് ചെയ്തിട്ടുള്ളത്. അതായത് കുറെ ലൈറ്റ് സാമ്പിളിനകത്ത് അബ്സോർബഡ് ആയി പോയി. ഓക്കെ, ഈ സാമ്പിളിലൂടെ ലൈറ്റ് കടന്നു പോകുന്ന സമയത്ത് കുറെ ലൈറ്റ് സാമ്പിളിന്റെ ഉള്ളിൽ അബ്സോർബഡ് ആയിട്ടുണ്ട്. ആ ലൈറ്റിന്റെ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇനീഷ്യൽ എമൗണ്ടിൽ നിന്ന് നമ്മൾക്ക് ഫൈനലി ആ ഒരു ഡിറ്റക്ടർ വഴി കിട്ടിയ എമൗണ്ട് അതിനകത്തുനിന്ന് ഇനീഷ്യൽ എമൗണ്ടിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ, സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും അല്ലെ. അപ്പൊ ആ ഒരു മെഷർ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഓരോ സാമ്പിളിന്റെയും അല്ലെങ്കിൽ ഓരോ കമ്പോണന്റിന്റെയും അബ്സോർബൻസ് റേഞ്ച് ഒക്കെ നമ്മൾക്ക് പ്രീ ഡിറ്റർമൈൻഡ് ആയിരിക്കും. അതൊക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അത് വെച്ചിട്ട് നമ്മൾ മാച്ച് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ എത്ര അബ്സോർബൻസ് എത്രയാണുള്ളത്, ഓക്കെ അതുകൊണ്ട് സാമ്പിൾ ഇങ്ങനെയാണ്, സാമ്പിൾ ഇതാണ്, അങ്ങനെയൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് പറയാൻ പറ്റും. ഓക്കെ, പിന്നെ ഇത് അനലൈസ് ചെയ്യുന്ന ഈ ഒരു ടെക്നിക് മെയിൻലി നമ്മൾ ഫോട്ടോമെട്രിക് അസേയിൽ യൂസ് ചെയ്യുന്നതാണ് സ്പെക്ട്രോ ഫോട്ടോമെട്രി. ഇതൊക്കെ തന്നെയാണ് സ്പെക്ട്രോ ഫോട്ടോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത് തന്നെയാണ്, ബേസിക് പ്രിൻസിപ്പിൾ ഇത് തന്നെയാണ്. അപ്പോൾ സ്പെക്ട്രോ ഫോട്ടോമെട്രിയിൽ ഇതേപോലെ തന്നെ ഡിറ്റക്ടർ ഉണ്ടാവും, കമ്പ്യൂട്ടർ ഉണ്ടാവും. അപ്പോൾ വേവ് ലെങ്ത്, അബ്സോർബൻസ് ഒക്കെ നമുക്ക് പ്രോപ്പർ ആയിട്ട് മെഷർ ചെയ്തിട്ട് കമ്പ്യൂട്ടറിനകത്ത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് ഡാറ്റ ഇന്റർപ്രറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സാമ്പിളിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് അസേ ടെക്നിക്സിൽ പറഞ്ഞിട്ടുള്ള ഒന്ന് ഫോട്ടോമെട്രിക് അസേ ആയിരുന്നു. ഇനി നമുക്ക് പറയാനുള്ളതാണ് ഇലക്ട്രോ കെമിക്കൽ അസേ. ഓക്കെ, അപ്പോൾ ഫോട്ടോമെട്രിക്കൽ അസേയിൽ ലൈറ്റ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ അസേയിൽ എന്തായിരിക്കും യൂസ് ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റി ആയിരിക്കും അല്ലെ. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് കമ്പോണൻസ് യൂസ് ചെയ്തിട്ടുള്ളതാണ്, ഇലക്ട്രോഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോ കെമിക്കൽ അസേ പെർഫോം ചെയ്യുന്നത്.
നേരത്തെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡ്സ് അറിയാലോ അല്ലെ, ആനോഡ് ഉണ്ട്, കാഥോഡ് ഉണ്ട്. ആനോഡ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ്ലി ചാർജഡ് ആയിട്ടുള്ള ആളാണ്. ഓക്കെ, ആനോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പോസിറ്റീവ്ലി ചാർജഡ് ആണ്. ഇതാണ് ആനോഡ്, പോസിറ്റീവ്ലി ചാർജ്. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ ഒരു കാഥോഡ് വരക്കാം. ഇതാണ് കാഥോഡ്, നെഗറ്റീവ്ലി ചാർജഡ് ആണ്. അപ്പം ഇതിനകത്ത് ഈ പോസിറ്റീവ്ലി നമുക്കറിയാം ചാർജസ്, ഓപ്പോസിറ്റ് ചാർജസ് വിൽ അട്രാക്ട് ഈച്ച് അതർ ആൻഡ് സെയിം ചാർജസ് വിൽ റിപ്പൽ ഈച്ച് അതർ അല്ലേ? അപ്പൊ പോസിറ്റീവ് നെഗറ്റീവും അട്രാക്ട് ചെയ്യും. അപ്പൊ നമ്മൾ സാമ്പിളിനകത്ത് എന്തുണ്ടാവും? ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ചാർജസ് ഉണ്ടാവും. ആ നെഗറ്റീവ് ആയിട്ടുള്ള, ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, Cl- ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ എന്താ, Cl- നെഗറ്റീവ്ലി ചാർജഡ് ആണ് അല്ലേ? ഈ നെഗറ്റീവ്ലി ചാർജഡ് Cl- ഒക്കെ എവിടെയാ വരിക? ആനോഡിനാ വരിക. ആനോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജഡ് ആണ്. അപ്പൊ ഇവര് ഇവിടേക്ക് വരും. പിന്നെ അതേപോലെ തന്നെ നമ്മൾക്ക് നമ്മൾ സാമ്പിളിൽ H+ ഉണ്ട്. ഓക്കെ, നമ്മൾ സാമ്പിൾ എന്തായിരുന്നു? HCl ആയിരുന്നു. അപ്പൊ അതിനകത്ത് H+ ഉണ്ട്. അപ്പം അവർ ഇവിടെ വരും. പോസിറ്റീവ്ലി ചാർജഡ് ആയിട്ടുള്ള ആളുകൾ ഇവിടെ വരും. സാമ്പിളിനകത്തുള്ള പോസിറ്റീവ് ആണ് അത്. ഓക്കെ, ഇതൊക്കെ പോസിറ്റീവ് ആണ്. ഗ്രീൻ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്പം ഈ പോസിറ്റീവ്ലി ചാർജഡ് ആയിട്ടുള്ള കമ്പോണൻസ് എവിടെ വരും? നമ്മുടെ കാഥോഡിനകത്ത് വരും. ഓക്കെ, കാഥോഡിനകത്ത് പോസിറ്റീവ്ലി ചാർജഡ്, കാഥോഡ് നെഗറ്റീവ്ലി ചാർജഡ് ആണ്, ആനോഡ് പോസിറ്റീവ്ലി ചാർജഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സാമ്പിളിനകത്തുള്ള നെഗറ്റീവ്ലി ചാർജഡ് ആയിട്ടുള്ള കമ്പോണൻസ് ആനോഡിനകത്തേക്കും വരും. പോസിറ്റീവ്ലി ചാർജഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ഉണ്ടെങ്കിൽ അത് കാഥോഡിനകത്തേക്കും വരും. ഓക്കെ, അങ്ങനെ നമുക്ക് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്, ഒരു സാമ്പിളിനകത്ത് എത്രമാത്രം ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്, അതേപോലെ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള അയോൺസ് എത്രയുണ്ട്, അല്ലെങ്കിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് എത്രയുണ്ട്, അതൊക്കെ നമുക്ക് ഈ ഒരു ഇലക്ട്രോ കെമിക്കൽ അസേസ് വഴി നമുക്ക് എന്ത് ചെയ്യാം? മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, പിന്നെ ഇത് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്ലഡ് ഗ്ലൂക്കോസ് മോണിറ്ററിങ്ങിനാണ്. നമ്മളെ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവല് മെയിൻറ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ എത്ര നോക്കാൻ വേണ്ടിയിട്ട്, ഗ്ലൂക്കോസ് ലെവൽ നോർമൽ ആണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള പോലുള്ള ടെസ്റ്റുകളിലാണ് നമ്മൾ ഇലക്ട്രോ കെമിക്കൽ അസേസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് പറയാനുള്ളത് ഇമ്മ്യൂണോ അസേ ആണ്. ഇമ്മ്യൂണോ അസേ നമ്മൾ ഇപ്പം ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പം ജസ്റ്റ് ഒന്നുകൂടി ഇമ്മ്യൂണോ അസേനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ടെക്നിക്സ് ലൈക്ക് എലൈസ, റിയ ആൻഡ് ക്ലിയ. ഓക്കെ, എലൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് അസേ. എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് അസേ ആണ് എലൈസ. അതായത് നമ്മളെ എയ്ഡ്സ് ഉണ്ടല്ലോ, ഓട്ടോ ഇമ്മ്യൂൺ ഡെഫിഷ്യൻ സിൻഡ്രോം, എയ്ഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിസീസ്, അത് കോസ് ചെയ്യുന്ന വൈറസ് ആണ് HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ്. ഓക്കെ, ഈ HIV കോസ് ചെയ്യുന്ന എയ്ഡ്സ്, HIV ആണ് നമുക്ക് എയ്ഡ്സ് ഉണ്ടാവാൻ കാരണം. ആ HIV-നെ ഡിറ്റക്ട് ചെയ്യാൻ നമ്മളെ ബോഡിക്കകത്ത് HIV ഉണ്ടോ, അല്ലെങ്കിൽ ആ ഒരു ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസിന്റെ വൈറസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആന്റിജൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടോ, നമ്മുടെ ബ്ലഡിനകത്ത് ഉണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് എലൈസ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബന്റ് അസേ. അതായത് ആന്റിബോഡിക്കകത്ത് എന്ത് ലിങ്ക് ചെയ്തിട്ടുണ്ട്? എൻസൈം ലിങ്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സാമ്പിള് അതിനകത്തേക്ക് കൊടുക്കുമ്പോൾ ആന്റിബോഡി ആന്റിജൻ ഇന്ററാക്ഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? എൻസൈം ഒരു കളേർഡ് കോംപ്ലക്സ് ഫോം ചെയ്യും അല്ലേ? ആ ടെക്നിക്ക്, അതേ ടെക്നിക്ക് തന്നെയാണ് എലൈസക്കകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബന്റ് അസേ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ വേറൊരു ടെക്നിക്കാണ് റേഡിയോ ഇമ്മ്യൂണോ അസേ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ റേഡിയോ ലേബിൾഡ് ആയിട്ടുള്ള ആന്റിബോഡി ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പം റേഡിയോ ആക്ടിവിറ്റി കാണിക്കുകയാണെങ്കിൽ ആന്റിബോഡി ആന്റിജൻ ഇന്ററാക്ഷൻ സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അങ്ങനെയുള്ള റേഡിയോ ഇമ്മ്യൂണോ അസേ ഉണ്ട്. അതായത് റേഡിയോ ആക്റ്റീവ് ആന്റിബോഡീസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു അസേ ആണ്. അപ്പോൾ അതിനൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം എന്തായാലും പോവേണ്ട കാര്യമില്ല. പിന്നെ അതേപോലെ തന്നെ ക്ലിയ, കെമി ലൂമിനസെന്റ് ഇമ്മ്യൂണോ അസേ, ഇതും ഇതുപോലെ തന്നെയാണ്. ഈ ക്ലിയക്കകത്ത് നമ്മൾ എൻസൈമിന് പകരം കെമി ലൂമിനസെൻസ്, അതായത് കെമിക്കലി ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന കമ്പോണൻസ് അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് ആയിരിക്കും യൂസ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വിളിക്കുന്നത്. കെമി ലൂമിനസെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കലി ഒരു ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി, കെമിക്കൽ എനർജി യൂസ് ചെയ്തിട്ട് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി എന്നുള്ള അതാണ് നമ്മൾ കെമി ലൂമിനസെന്റ് എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾക്ക് ഈ ഒരു റൈറ്റ് സൈഡിലുള്ള പിക്ചറിൽ കാണാൻ പറ്റും. ആന്റിബോഡി ഉണ്ട്, അനലൈറ്റ് മീൻസ് സാമ്പിളിനകത്ത് നമുക്ക് ആന്റിജനെ കിട്ടിയിട്ടുണ്ട്, ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് കണ്ടില്ലേ, ആന്റിബോഡിക്കകത്ത് ഒരു യെല്ലോ കളർ, ഒരു യെല്ലോ ലൈറ്റ് വരുന്നുണ്ടോ? ഇവിടെ ക്ലിയ യൂസ് ചെയ്തിട്ടാണ് അത് വന്നിട്ടുള്ളത്. ഡിറ്റക്റ്റബിൾ ആയിട്ടുള്ള ലേബൽ യൂസ് ചെയ്തിട്ടുള്ള ക്ലിയ ആണ്. ആ ഒരു കെമി ലൂമിനസെൻസ് എപ്പോഴാ വരുന്നത്?
ആന്റിജനും ആന്റിബോഡിയും ഇന്ററാക്ട് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു കെമിലൂമിനിസെൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സാമ്പിളിൽ ആരുണ്ട്? ആന്റിജൻ ഉണ്ട്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ അതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇമ്മ്യൂൺ അസേസ് ഒക്കെ ഹൈലി സെൻസിറ്റീവ് ആണ്. നമ്മൾ ഹോർമോൺസ് ആൻഡ് ഡ്രഗ് ലെവൽസ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരാള് മദ്യപിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഇമ്മ്യൂൺ അസേകളാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ കെമിക്കൽ കമ്പോണന്റ് ആയിരിക്കും ഇവിടെ ആന്റിജൻ ആയിട്ടുള്ളത്. ആ ആന്റിജൻ ബ്ലഡിനകത്തുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആന്റിബോഡി പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് ആന്റിബോഡി ആന്റിജൻ ഇന്ററാക്ഷൻ നടക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതിയല്ലോ അല്ലെ. അപ്പൊ അങ്ങനെയാണ് നമ്മളിപ്പം മദ്യപിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ബ്ലഡ് ടെസ്റ്റ് വഴി ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, പിന്നെ നമുക്ക് പറയാനുള്ളതാണ് ടർബിഡിമെട്രിക് ആൻഡ് നെഫലോമെട്രിക് അസേ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് ക്ലൗഡിനെസ് അല്ലെങ്കിൽ ടർബിഡിറ്റി അല്ലെങ്കിൽ ലൈറ്റ് സ്കാറ്ററിങ് പാർട്ടിക്കിൾസ് ഒരു സാമ്പിൾ ഉണ്ടെങ്കിൽ നമ്മളൊരു കയ്യിലൊരു സാമ്പിൾ ഉണ്ട്, അതിനകത്ത് ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട്. പാർട്ടിക്കിൾസ് അങ്ങനെ ഭയങ്കര കോൺസെൻട്രേഷനിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും, ആ സാമ്പിള് ക്ലിയർ ആയിട്ട് തോന്നൂല അല്ലെ. ആ സാമ്പിൾ കുറച്ച് ഒരു ക്ലൗഡി ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ആയിരിക്കും ഉണ്ടാവുക. അത് നമുക്ക് ബേസിക്കലി അറിയുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മള് നല്ലൊരു ക്ലിയർ സാമ്പിൾ ആണെങ്കിൽ അതിനകത്തുള്ള പാർട്ടിക്കിൾസിന്റെ എണ്ണം വളരെ കുറവായിരിക്കും. നേരെ മറിച്ചിട്ട് ആ സാമ്പിളിനകത്ത് ഒരു ക്ലൗഡി അപ്പിയറൻസ് ആണെങ്കിൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, എന്തെങ്കിലും ഒരു പാർട്ടിക്കിൾസ് ഉണ്ടാവും. അത് കാരണമാണ് നമുക്ക് ആ ഒരു ക്ലൗഡിനെസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ അതുപോലെ ലൈറ്റ് സ്കാറ്ററിങ് ഉണ്ടാവും. അതായത് പാർട്ടിക്കിൾസ് ഇതിനകത്ത് സസ്പെൻഡ് ചെയ്ത് കിടക്കുകയാണെങ്കിൽ അതിനകത്തൂടെ എന്ത് ചെയ്യും, നമ്മൾ ഒരു റേ ഓഫ് ലൈറ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ചു വരുമ്പം ഇത് കണ്ടില്ലേ, സ്കാറ്റേർഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ലൈറ്റ് സ്കാറ്ററിങ്. ലൈറ്റ് സ്കാറ്ററിങ് നിങ്ങൾക്ക് കാണാല്ലേ, നമ്മൾ റേഡിയേഷൻ സോഴ്സ് അല്ലെങ്കിൽ ലൈറ്റ് സോഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ട് ലെൻസ് വഴി അത് പോയി കഴിഞ്ഞാൽ അത് പല സൈഡിലേക്ക് സ്കാറ്റർ ചെയ്യും. എന്താ സ്കാറ്റർ ചെയ്യാൻ കാരണം? അവിടെ പാർട്ടിക്കിൾസ് ഉണ്ട്. ഓക്കെ, ഈ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കിൾസിന്റെ എബിലിറ്റി നമുക്കറിയാം. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, പാർട്ടിക്കിൾസ് വിൽ സ്കാറ്റർ ദ ലൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? ലൈറ്റിനെ സ്കാറ്റർ ചെയ്യും. അതിനുള്ള എബിലിറ്റി ഉണ്ട്. അപ്പോൾ ആ ഒരു സാമ്പിൾ എത്രമാത്രം ലൈറ്റിനെ സ്കാറ്റർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എത്രമാത്രമാണ് ആ ഒരു സാമ്പിളിന്റെ ലൈറ്റ് സ്കാറ്ററിങ് എബിലിറ്റി എന്ന് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സാമ്പിളിനകത്തുള്ള പാർട്ടിക്കിൾസിന്റെ ഒരു എമൗണ്ട് അല്ലെങ്കിൽ പാർട്ടിക്കിൾസിന്റെ ഒരു കോൺസെൻട്രേഷൻ നമ്മൾക്ക് ഇതിനകത്തുനിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോ ടർബിഡിറ്റി അല്ലെങ്കിൽ ലൈറ്റ് സ്കാറ്ററിങ് എബിലിറ്റീസ് ഇൻക്രീസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വളരെ കൂടുതലായിട്ടുള്ള ഒരു സാമ്പിൾ ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ആ സാമ്പിളിനകത്തുള്ള പാർട്ടിക്കിൾസിന്റെ എമൗണ്ട് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ഒരു സാമ്പിളിനെ പാർട്ടിക്കിൾസിന്റെ ബേസിൽ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള ക്ലൗഡിനെസ് അല്ലെങ്കിൽ ടർബിഡിറ്റി മെഷർ ചെയ്യാന്നുള്ളത്, അല്ലെങ്കിൽ ലൈറ്റ് സ്കാറ്ററിങ് എത്രമാത്രം ലൈറ്റ് ആണ് ആ ഒരു സാമ്പിൾ സ്കാറ്റർ ചെയ്യുന്നത് എന്നുള്ള കാര്യം മെഷർ ചെയ്യാം. ഓക്കെ, ഇത് മെയിൻ ആയിട്ട് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? പ്രോട്ടീൻ അല്ലെങ്കിൽ ബാക്ടീരിയൽ കോൺസെൻട്രേഷൻ മെഷർമെന്റ്സ്. പ്രോട്ടീന്റെ കോൺസെൻട്രേഷൻ നോക്കാൻ വേണ്ടിയിട്ട്, അതായത് പാർട്ടിക്കിൾസ് കൂടുതലാണെങ്കിൽ എന്താ, പ്രോട്ടീൻ കോൺസെൻട്രേഷൻ കൂടുതലാണെന്ന് പറയാം അല്ലെ. അതേപോലെ ബാക്ടീരിയൽ കോൺസെൻട്രേഷൻ, ഇപ്പൊ ഒരു സാമ്പിളിനകത്ത് ബാക്ടീരിയൽ കോൺസെൻട്രേഷൻ വളരെ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അത് അതിനകത്ത് ഈ പറഞ്ഞിട്ടുള്ള ലൈറ്റ് സ്കാറ്ററിങ് അല്ലെങ്കിൽ ടർബിഡിറ്റി വളരെ കൂടുതലായിരിക്കും. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾക്ക് ഈ ഒരു ബാക്ടീരിയയുടെ കോൺസെൻട്രേഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളതാണ് ക്രൊമറ്റോഗ്രഫിക് ടെക്നിക്സ് ആണ്. ക്രൊമറ്റോഗ്രഫിക് ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇതിനകത്ത് പറയുന്നത് HPLC ആണ്, ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രൊമറ്റോഗ്രഫി. അതേപോലെ GC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് ക്രൊമറ്റോഗ്രഫി. ഈ ക്രൊമറ്റോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു സെപ്പറേഷൻ ടെക്നിക് ആണ്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം. ക്രൊമറ്റോഗ്രഫി എന്ന് പറയുമ്പോൾ തന്നെ അതൊരു സെപ്പറേഷൻ ടെക്നിക് ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നമ്മളെ കയ്യിൽ ഒരു സാമ്പിൾ ഉണ്ട്. സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിക്സ്ചർ ആണ്. അതിനകത്ത് കുറെ ഒന്ന് രണ്ട് കമ്പോണൻസ് ഉണ്ട്. പക്ഷെ ഈ കമ്പോണൻസ് ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് മിക്സ്ഡ് ആയിട്ട് കിടക്കുകയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഫിസിക്കലി നമുക്ക് ഇവരെ സെപ്പറേറ്റ് ചെയ്യൽ പോസിബിൾ അല്ല. ഓക്കെ, ഫിസിക്കലി നമുക്ക് ഈ സാമ്പിൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കെമിക്കൽ ടെക്നിക് ആയിട്ടുള്ള ക്രൊമറ്റോഗ്രഫി യൂസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലിക്വിഡ് ക്രൊമറ്റോഗ്രഫി എന്ന് പറയുകയാണെങ്കിൽ, ഈ ക്രൊമറ്റോഗ്രഫിക്ക് ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എപ്പോഴും രണ്ട് ഫേസസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഒന്നൊരു മൊബൈൽ ഫേസ് ആയിരിക്കും, ഒന്നൊരു സ്റ്റേഷനറി ഫേസ് ആയിരിക്കും. ഈ മൊബൈൽ ഫേസ് മേ ബി ഒരു ലിക്വിഡ് ആവാം, സ്റ്റേഷനറി ഫേസ് ഒരു ലിക്വിഡ് ആവാം, മൊബൈൽ ഫേസ് മേ ബി ഒരു ഗ്യാസ് ആവാം. ഓക്കെ, പിന്നെ വേറൊരു പ്രത്യേകത, നമ്മൾ ഈ ഒരു ക്രൊമറ്റോഗ്രഫിക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന സംഭവം, ഈ ഒരു ക്രൊമറ്റോഗ്രഫിക് ടെക്നിക്കിൽ യൂസ് ചെയ്യുന്നത് രണ്ടും ഇപ്പം
ഈ ഒരു പറഞ്ഞിട്ടുള്ള സ്റ്റേഷനറി ഫേസും മൊബൈൽ ഫേസും അവർ പരസ്പരം മിക്സ്ഡ് ആവാൻ പാടില്ല. നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റാത്ത രണ്ട് പേരാണ്. അതിപ്പോ ലിക്വിഡും ഗ്യാസും ആവാം, ലിക്വിഡും ആവാം, ഗ്യാസും അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് സ്റ്റേഷനറി ഫേസിനും മൊബൈൽ ഫേസിനും വേണ്ടി ചൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ ആകെ ഒരു കണ്ടീഷൻ മാത്രമാണുള്ളത്, ഇവർ രണ്ടും തമ്മിൽ മിക്സ്ഡ് ആവാൻ പാടില്ല, മിക്സ് ചെയ്യാൻ പാടില്ല. അതായത് സ്റ്റേഷനറി ഫേസും മൊബൈൽ ഫേസും തമ്മിൽ മിക്സ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കമ്പോണൻസ് ആയിരിക്കണം. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മൾ അതിങ്ങനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ സാമ്പിള് ഇതിനകത്തോട് കൊടുക്കും. ഈ ഒരു ക്രോമറ്റോഗ്രഫി, ഇപ്പം പേപ്പർ ക്രോമറ്റോഗ്രഫി ഒക്കെ ആണെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, നമ്മളൊരു പേപ്പർ ഇങ്ങനെ ഒരു ഗ്ലാസിന്റെ ഒരു ബീക്കറിനകത്തേക്ക് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതിനകത്ത് നമ്മൾ ബീക്കറിന്റെ ആ ഒരു ഗ്ലാസ് ബീക്കറിന്റെ ഏറ്റവും താഴെയായിട്ട് ഒരു ലിക്വിഡ് ഉണ്ടാവും. ആ ലിക്വിഡ് എന്ത് ചെയ്യും, മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഇവിടെ എന്താ, പേപ്പർ ആണ് സ്റ്റേഷനറി ഫേസ്. ഞാൻ പേപ്പർ ക്രോമറ്റോഗ്രഫി വെച്ചിട്ട് പറയാം, അതായിരിക്കും കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ളത്. ഓക്കെ, പേപ്പർ എന്താ, സ്റ്റേഷനറി ഫേസ് ആണ്. ഇതിനകത്തോടെ ഈ താഴെയുള്ള ലിക്വിഡ് എന്താണ്, ലിക്വിഡ് ആണ് മൊബൈൽ ഫേസ്. മൊബൈൽ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ് ചെയ്യാൻ പറ്റുന്ന ഫേസ് ആണ്. സ്റ്റേഷനറി ഫേസ് എന്ന് പറഞ്ഞാൽ അതിന് മൂവ് ചെയ്യാൻ കഴിയൂല, മൂവ് ചെയ്യാൻ കഴിയാത്ത ഒരു കമ്പോണന്റ് ആണ് സ്റ്റേഷനറി ഫേസ്. ഓക്കെ, ഇപ്പൊ നമുക്കൊരു സാമ്പിൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ പേപ്പറിന്റെ ഏറ്റവും എൻഡിലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു സാമ്പിളിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് കൊടുക്കും. എന്നിട്ട് ഈ വാട്ടറിൽ ടച്ച് ചെയ്യുന്ന ആ ഒരു പാർട്ടിലായിരിക്കും നമ്മൾ സാമ്പിളിന്, പേപ്പറിന്റെ വാട്ടറിൽ ടച്ച് ചെയ്തില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ വെക്കായിരിക്കും. ആ ഒരു പൊസിഷനിൽ നമ്മൾ ഒരു ഡ്രോപ്പ് സാമ്പിൾ ആഡ് ചെയ്യുക, പേപ്പറിനകത്ത് ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ പേപ്പർ ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കും. അപ്പൊ ആ ലിക്വിഡിനകത്ത് തൊട്ടില്ല എന്നുള്ള ലെവലിലേക്ക് ഉണ്ടാവുക. അപ്പൊ നമ്മൾ എന്താ, ഈ ലിക്വിഡ് മെല്ലെ, പേപ്പർ ആണല്ലോ, അപ്പൊ ലിക്വിഡിന് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ലിക്വിഡ് ഇങ്ങനെ മൂവ് ചെയ്യും. ലിക്വിഡ് മൂവ് ചെയ്തിട്ട് പേപ്പറിന്റെ മുകളിൽ വരെ എത്തും. ഓക്കെ, അപ്പോ ഇതിനകത്ത് ഈ പേപ്പറിനോട് കൂടുതൽ അഫിനിറ്റി, അതായത് സ്റ്റേഷനറി ഫേസിനകത്ത് നമ്മളെ സാമ്പിളിനകത്ത് എന്താണ്, പേപ്പറിനോട് കൂടുതൽ അഫിനിറ്റി ഉള്ള കമ്പോണൻസ് ഉണ്ടാവും. അവരെന്ത് ചെയ്യും, പേപ്പറിനകത്ത് തന്നെ നിൽക്കും. ഇനി അല്ല, നമ്മളെ ലിക്വിഡിനോട് കൂടുതലായിട്ട് അഫിനിറ്റി ഉള്ള ആൾക്കാർ, ലിക്വിഡ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സോൾവെന്റ് ആയിരിക്കും യൂസ് ചെയ്യുക, ബെൻസീൻ പോലെയുള്ള സോൾവെന്റ്സ് ആയിരിക്കും അത് നമ്മൾ ബ്യൂട്ടനോൾ പോലെയുള്ള സോൾവെന്റ്സ് ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. അത് വെച്ചിട്ട് ഇതിങ്ങനെ മുകളിലേക്ക് പോകും. അപ്പൊ പേപ്പറിനകത്ത് നമുക്ക് പല ഡിഫറെന്റ് ആയിട്ടുള്ള പൊസിഷനിൽ, ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മളിപ്പം ഇങ്ങനെ ഒരു പേപ്പറാണ്, ഇവിടെ നമ്മളെ സോൾവെന്റ് ഇങ്ങനെ നമ്മളെ ലിക്വിഡ് ഉണ്ട്. അപ്പം ഇതിനകത്ത് നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ഡ്രോപ്സ് കാണാം. ഇവിടെ സാമ്പിളിന്റെ ഒരു ഡ്രോപ്പ് ഉണ്ടാവും, പിന്നെ അടുത്ത ഒരാൾ ഇവിടെ ഉണ്ടാവും, പിന്നെ വേറൊരാള് മുകളിലുണ്ടാവും. ഇങ്ങനെ ഇതാ കണ്ടില്ലേ, മുകളിലേക്ക് ഈ ലിക്വിഡ് പോകുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാവും. അപ്പം ഏറ്റവും താഴെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ റെഡ് ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഏറ്റവും ആ ഒരു പേപ്പറിനോട് ഏറ്റവും സ്റ്റേഷനറി ഫേസിന്റെ അടുത്ത് ഏറ്റവും അഫിനിറ്റി ഉള്ള ഒരാളാണ്. അത് കഴിഞ്ഞ് രണ്ടാമത് അഫിനിറ്റി ഉള്ള ആളാണ് ബ്ലൂ. പിന്നെ പേപ്പറിന്റെ അകത്ത് ഏറ്റവും അഫിനിറ്റി കുറവുള്ള ഒരാളാണ്, അല്ലെങ്കിൽ നമ്മളെ ഈ പറഞ്ഞിട്ടുള്ള മൊബൈൽ ഫേസ് ആയിട്ടുള്ള ലിക്വിഡ് സോൾവെന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള, ഇപ്പം ബ്യൂട്ടനോൾ ആണെങ്കിൽ ബ്യൂട്ടനോളിനോട് ഏറ്റവും കൂടുതൽ അഫിനിറ്റി ഉള്ള ആളാണ് ആ ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ആ ബ്ലാക്കിനെ കാണാൻ പറ്റുന്നത്, കാരണം മുകളിലേക്കാണല്ലോ പോകുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾക്ക് ഇപ്പൊ ഇത് മൂന്നും സെപ്പറേറ്റഡ് ആയി. നേരത്തെ എന്തായിരുന്നു, ഒരു മിക്സ്ചർ ആയിരുന്നു. ഓക്കെ, അപ്പം അത് എല്ലാം നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഈ ക്രോമറ്റോഗ്രഫി യൂസ് ചെയ്തിട്ട്. ബേസിക്കലി ഇങ്ങനെ അതായത് മൊബൈൽ ഫേസിന്റെ അടുത്ത് അഫിനിറ്റി ഉള്ള ആള് പെട്ടെന്ന് മൊബൈൽ ഫേസിനോട് വന്നിട്ട് ജോയിൻ ചെയ്യും. സ്റ്റേഷനറി ഫേസിനോട് അഫിനിറ്റി ഉള്ള ആള് കൂടുതൽ സമയം ആ ഒരു സ്റ്റേഷനറി ഫേസിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കും. അതുകൊണ്ട് മൊബൈൽ ഫേസിന്റെ കൂടെ പോവാതെ അവിടെ തന്നെ നിൽക്കും. അപ്പൊ നമ്മൾക്ക് ഇപ്പോൾ വേണ്ടിയിട്ടുള്ള ആ ഒരു നമ്മളെ സാമ്പിൾ സൊല്യൂഷനകത്തുള്ള ആളുകൾ ഇപ്പൊ എവിടെയാണുള്ളത്, മൊബൈൽ ഫേസിലും സ്റ്റേഷനറി ഫേസിലായിട്ടാണ് ഉള്ളത്. അപ്പൊ ഏകദേശം അവർ സെപ്പറേറ്റഡ് ആയിട്ടുണ്ട് അല്ലെ. നമ്മൾ നേരത്തെ മിക്സ് ആയപ്പം, അല്ലെങ്കിൽ ഒരു സാമ്പിൾ ആയപ്പം അവർ എല്ലാം മിക്സ്ഡ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം കുറച്ച് പേര് അല്ലെങ്കിൽ ഒരാൾ മൊബൈൽ ഫേസിലും ഒരാൾ സ്റ്റേഷനറി ഫേസിലാണ് ഉള്ളത്. അപ്പൊ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, വേറെ കുറെ കെമിക്കൽസും റിയേജൻസും ഒക്കെ യൂസ് ചെയ്തിട്ട് അവരെ സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കാം. ഈ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതിന് നമ്മൾ എല്യൂട്ട് ചെയ്യാന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, എല്യൂഷൻ എന്ന് പറയും. ഓക്കെ, അതായത് ഇപ്പൊ നമ്മുടെ സാമ്പിൾ സൊല്യൂഷൻ, ഓക്കെ, നമ്മളെ ക്രോമറ്റോഗ്രഫിക് ടെക്നിക്ക് വഴി നമ്മൾ മിക്സ്ചറിലുള്ള കമ്പോണൻസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. എന്നിട്ട് സ്റ്റേഷനറി ഫേസിലും മൊബൈൽ ഫേസിലായിട്ട് അവർ നിൽക്കുന്ന ടൈമിൽ നമ്മൾ അവരെ സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കും അതിനകത്തുനിന്ന്. അതായത് മൊബൈൽ ഫേസിൽ നിന്നാണെങ്കിൽ അങ്ങനെ, സ്റ്റേഷനറി ഫേസിൽ നിന്നാണ് അങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയും, എല്യൂഷൻ എന്ന് പറയും. ഓക്കെ, പിന്നെ
പിന്നെ നമുക്ക് പറയാനുള്ളത് മോളക്യുലർ ടെക്നിക്സ് ആണ്. ഓക്കെ, ഇനി ഇതുകൂടി കുറച്ച് നമുക്കൊരു ബേസിക് ഐഡിയ വേണ്ടതാണ് മോളക്യുലർ ടെക്നിക്സ്. ഓക്കെ, അപ്പം നമ്മൾ ക്രോമറ്റോഗ്രാഫിക് ടെക്നിക്സ് പറഞ്ഞപ്പം ലിക്വിഡ് ക്രോമറ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ നമ്മൾ മൊബൈൽ പേസിനെ വെച്ചിട്ടാണ് പറയുന്നത്. മൊബൈൽ പേസിനകത്ത് പറഞ്ഞിട്ടുള്ളത് ലിക്വിഡ് ആണെങ്കിൽ എന്താണ്, മൊബൈൽ പേസ് ലിക്വിഡ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, ലിക്വിഡ് ക്രോമറ്റോഗ്രഫി എന്ന് പറയും. ഓക്കെ, മൊബൈൽ പേസ് ഗ്യാസ് ആണെങ്കിൽ നമ്മൾ ഗ്യാസ് ക്രോമറ്റോഗ്രഫി എന്ന് പറയും. അപ്പൊ എന്ത് ക്രോമറ്റോഗ്രഫി ആണോ അവിടെ മൊബൈൽ പേസിനെ വെച്ചിട്ടാണ് പേര് വിളിക്കുന്നത്. ഓക്കെ, ലിക്വിഡ് ക്രോമറ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ അവിടെ മൊബൈൽ പേസ് ലിക്വിഡ് ആയിരിക്കാം, സ്റ്റേഷനറി പേസ് വേറെ എന്തെങ്കിലും ഒക്കെ ആവാം. ഗ്യാസ് ക്രോമറ്റോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മൊബൈൽ പേസ് ആരായിരിക്കും, ഗ്യാസ് ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി മനസ്സിലാക്കേണ്ട കാര്യം. ഇത്രയേ ഉള്ളൂ. ക്രോമറ്റോഗ്രഫിക് ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേഷൻ ടെക്നിക്സ് ആണ്, സെപ്പറേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, മോളക്യുലർ ടെക്നിക്സിലേക്ക് വരാം. ഓക്കെ, മോളക്യുലർ ടെക്നിക്സിലേക്ക് നമ്മൾ വരാം. അതിനകത്ത് മെയിൻ ആയിട്ട് പറയുന്നതാണ് PCR, അതേപോലെ RT-PCR. PCR എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ RT-PCR വളരെ സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ നമ്മളെല്ലാവരും ഇതിനകത്ത് ശ്രദ്ധിക്കൂ. നോക്കൂ, ഇമേജ് മാത്രം വെച്ചിട്ട് നമുക്ക് പറയാം. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, DNA എന്താ? DNA നമ്മുടെ ബോഡിക്ക് അകത്തുള്ള നമ്മൾ ന്യൂക്ലിക് ആസിഡ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ആണ്. നമ്മളെല്ലാ ക്യാരക്ടേഴ്സും ഡിറ്റർമൈൻ ചെയ്യുന്ന ആളാണ് DNA. ഓക്കെ, അപ്പൊ ഓരോരുത്തരും DNA എന്തായിരിക്കും, യുണീക്ക് ആയിരിക്കും. നമ്മുടെ ഹ്യൂമൻസിനകത്ത് തന്നെ DNA എന്താണ്, എല്ലാവരും DNA ഡിഫറെന്റ് ആയിരിക്കും. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 0.99 സിമിലാരിറ്റി ആണ്, എങ്കിലും ഒരു 0.1% ഡിഫറൻസ് എല്ലാവരുടെ DNAക്കും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ DNA, അതായത് ഇപ്പം ഒരു നമ്മൾ കൊറോണന്റെ ടൈമിലൊക്കെ ആയിരിക്കും ഈ ഒരു RT-PCR ഒക്കെ കൂടുതലായിട്ട് കേട്ടിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറയാ, RT-PCR ചെയ്തിട്ട് കൊറോണ ഉണ്ടോ നോക്കണം, എന്നിട്ട് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് പുറത്തു പോകാൻ പറ്റൂ, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ എന്താണ് ഈ RT-PCR, അല്ലെങ്കിൽ എന്താണ് PCR? അപ്പൊ ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കൊറോണന്റെ ടെസ്റ്റ് വെച്ചിട്ട് തന്നെ പറയാം. അതായത് ഇപ്പം കൊറോണ എന്ന് പറഞ്ഞിട്ടുള്ള കൊറോണ വൈറസ് ആണല്ലോ, അതൊരു വൈറസ് ആണ് കൊറോണ. അപ്പൊ അതിന് ഒരു ജനറ്റിക് മെറ്റീരിയൽ, അല്ലെങ്കിൽ അതിനുണ്ട് DNA. ഓക്കെ, അതിനകത്ത് ഒരു DNA ഉണ്ട്. ഓക്കെ, അപ്പം ശരിക്കും അതൊരു റിട്രോ വൈറസ് ആണ്, അതിനകത്ത് RNA ആണുള്ളത്, DNA. പക്ഷെ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസിലേക്കൊന്നും പോവണ്ട, നമുക്ക് എളുപ്പത്തിൽ കൊറോണ വൈറസിനുള്ളത് DNA ആണെന്ന് വിചാരിക്കാം. എന്നിട്ട് നമ്മൾ കൊറോണ വൈറസിന്റെ DNA നമ്മളെ ബോഡിയിൽ ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അതായത് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് കൊറോണ വൈറസിന്റെ DNA നമ്മളെ ബോഡിയിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, നമ്മൾക്ക് കൊറോണ ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ കോവിഡ് ഉണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു PCR യൂസ് ചെയ്യുന്നത്. അതായത് ആദ്യം നമ്മൾ ഇപ്പം DNA എങ്ങനെ ഇരിക്കണ്ട, നമ്മൾ സാമ്പിൾ ആണ്, അപ്പൊ അതിനകത്ത് DNA ഉണ്ട് വിചാരിക്കാം. ഓക്കെ, അപ്പം ഇത് നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ടെസ്റ്റിന്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പൊ DNA ഉണ്ട് വിചാരിക്കുക. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഈ DNA ഡീനാച്ചർ ചെയ്യണം. ഡീനാച്ചർ ചെയ്യാൻ മീൻസ് DNA ഡബിൾ സ്റ്റാൻഡ് ആയിട്ടായിരിക്കും, 2 സ്ട്രാൻഡ്സ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഫസ്റ്റിലെ ബ്ലൂ കണ്ടില്ലേ, അതിനകത്ത് എന്താണ്, അത് രണ്ട് സ്ട്രാൻഡുകൾ കൂടിയിട്ടാണ് നിൽക്കുന്നത്, രണ്ടും ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഡീനാച്ചർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും സെപ്പറേറ്റ് ചെയ്തു, 2 DNA സ്ട്രാൻഡ്സ് സെപ്പറേറ്റ് ചെയ്തിട്ട് 2 സ്ട്രാൻഡ്സ് ആയിട്ടാണ് ഇപ്പം ഉള്ളത്. ഓക്കെ, കണ്ടില്ലേ, ഇതൊരു സ്ട്രാൻഡ്, ഇങ്ങനെ 2 സ്ട്രാൻഡ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, പ്രൈമർ അനൈൽ ചെയ്ത് കൊടുക്കും. പ്രൈമർ ഈ ഒരു DNAന്റെ സൈഡിൽ ആയിട്ട് ഈ ഒരു ഇവിടെ ഒരു പ്രൈമറിനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ, ഈ റെഡ് കളറാണ് പ്രൈമർ. പ്രൈമറിനെ അറ്റാച്ച് ചെയ്തു. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമർ ഉണ്ടെങ്കിൽ മാത്രമേ DNAക്ക് റെപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഈ സിംഗിൾ സ്റ്റാൻഡ് DNA എന്ത് സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിംഗിൾ സ്റ്റാൻഡ് DNA അതിന് കോംപ്ലിമെന്ററി ആയിട്ട് ഒരു സ്ട്രാൻഡ് കൂടി ഉണ്ടാക്കും. ഇങ്ങനെ ഒരു സ്ട്രാൻഡ് കൂടി ഉണ്ടാക്കിയിട്ട് അതൊരു ഡബിൾ സ്റ്റാൻഡ് DNA ആവും. ഈ DNA അതേപോലെ അതിന് കോംപ്ലിമെന്ററി ആയിട്ട് ഒരു സ്ട്രാൻഡ് കൂടി ഉണ്ടാക്കിയിട്ട് അതും ഒരു ഡബിൾ സ്റ്റാൻഡ് DNA ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ DNA എമൗണ്ട് കൂടിക്കൊണ്ടിരിക്കും അല്ലെ. പിന്നെ അടുത്ത് നമ്മൾ രണ്ടാമതും ഡീനാച്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇതേപോലെ ഇവിടെ 2 സിംഗിൾ സ്റ്റാൻഡ് വരും, പിന്നെ 2 സിംഗിൾ സ്റ്റാൻഡ്, അങ്ങനെ 4, അതായത് 2 4 ആവും, 4 8 ആവും, 8 16 ആവും, അങ്ങനെ ഒരുപാട് DNA നമ്മൾക്ക് കിട്ടും. അപ്പൊ ഇത്രയും അധികം DNA ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് വളരെ കുറഞ്ഞ എമൗണ്ട് DNA എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കുറഞ്ഞ എമൗണ്ട് ആയിരിക്കും ഉണ്ടാവുക. നമ്മളിപ്പം ഒരൊറ്റ DNA ആണ് ഉള്ളതെങ്കിൽ പോലും PCR ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതൊരു 1000 10,000 DNA ആയിട്ട് മാറ്റാം. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് അതിന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ബേസിക്കലി PCRന്റെ ഒരു ടെക്നിക്ക്, അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു സംഭവമാണ് ആംപ്ലിഫിക്കേഷൻ ഓഫ് DNA ആണ്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഡീനാച്ചർ ചെയ്യും. ഡബിൾ സ്റ്റാൻഡ് DNA ആണെങ്കിൽ അതിന് പിന്നെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിയില്ലല്ലോ. സിംഗിൾ സ്റ്റാൻഡേർഡ് ആകുമ്പോൾ മാത്രമാണ് അതൊരു കോംപ്ലിമെന്ററി സ്റ്റാൻഡിനെ ഉണ്ടാക്കിയിട്ട് പുതിയ രണ്ട് DNA ആയിട്ട് മാറും. 2 സിംഗിൾ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ പുതിയ 2 DNA ആയിട്ട് മാറും. എന്നിട്ട് അവരെ പിന്നെ നമ്മൾ ഡീനാച്ചർ ചെയ്ത് കഴിഞ്ഞാൽ
4 സിംഗിൾ സ്ട്രാൻഡ് നമുക്ക് കിട്ടും. ഈ 4 സിംഗിൾ സ്ട്രാൻഡ് പിന്നെ അവരുടെ കോംപ്ലിമെന്ററി സ്ട്രാൻഡ് ഉണ്ടാക്കിയിട്ട് 4 പുതിയ ഡബിൾ സ്ട്രാൻഡ് DNA ആയിട്ട് മാറും. ഇവരെ ഡീനാച്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 8 സിംഗിൾ സ്ട്രാൻഡ്സ് കിട്ടും. ഈ 8 സിംഗിൾ സ്ട്രാൻഡ്സും പിന്നെയും കോംപ്ലിമെന്ററി സ്ട്രാൻഡ്സ് ഉണ്ടാക്കും. അങ്ങനെ 16 അങ്ങനെ അങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈമർ ആഡ് ചെയ്യുന്നത്. ഇവർ പ്രൈമർ ആഡ് ചെയ്യാതെ നമ്മൾ വെറും സിംഗിൾ സ്ട്രാൻഡ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ DNA-ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോംപ്ലിമെന്ററി സ്ട്രാൻഡിനെ ആഡ് ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈമറിനെ ആഡ് ചെയ്യുന്നത്. പ്രൈമറിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു സ്റ്റെപ്പ്. അപ്പം അത് കാരണമായിട്ട് പോളിമറൈസേഷൻ നടക്കും, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ഡബിൾ സ്ട്രാൻഡ് DNA ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തപ്പം എത്ര DNA ഉള്ളത് കണ്ടില്ലേ, ഒരു DNA ഉള്ളത്. ഇപ്പം ലാസ്റ്റ് 2 DNA ആയി അല്ലേ. ഇതിന് 4, 8 അങ്ങനെ അങ്ങനെ ആവും. അങ്ങനെ അവസാനമായിട്ട് നമ്മൾ PCR-ന്റെ ഒരു DNA അല്ലെങ്കിൽ ഒരു സൈക്കിൾ എന്നാണ് ഇതിന് പറയുന്നത്. അതായത് ഒരു ഡീനാച്ചുറേഷൻ, ഒരു അനീലിംഗ്, ഒരു എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ പോളിമറൈസേഷൻ നമ്മൾ പറയുന്നത് ഒരു സൈക്കിളാണ്. അങ്ങനെ ഒരുപാട് സൈക്കിള് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു DNA നമ്മൾക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും അതുണ്ടാവുക. അപ്പൊ നമുക്കത് ഡിറ്റക്ട് ചെയ്യാം. പിന്നെ നമ്മൾക്ക് അത് എന്ത് വെച്ചിട്ടിരിക്കും, നമ്മൾ ജെൽ ഇലക്ട്രോഫോറസിസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അങ്ങനെ ആയിരിക്കും ഡിറ്റക്ട് ചെയ്യുക. പക്ഷെ അതൊന്നും നമുക്ക് വേണ്ട, അങ്ങോട്ടൊന്നും പോവേണ്ട ആവശ്യമില്ല. ഇതന്നെ നമ്മൾക്ക് നിങ്ങൾക്ക് ബേസിക്കലി PCR എന്ന് മാത്രം ഞാൻ പറഞ്ഞു പോയി കഴിഞ്ഞാൽ മേ ബി നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ ആവും. എന്താണ് PCR എന്നൊന്നും അറിയാണ്ടിരുന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ, ജസ്റ്റ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. അതായത് നമ്മളെ ചുരുക്കി പറഞ്ഞാൽ നമ്മളെ ന്യൂക്ലിക് ആസിഡ്സ് DNA-നെയും RNA-നെയും ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും എത്ര എമൗണ്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഈ ഒരു മോളക്കുലർ ടെക്നിക്സ് ആയിട്ടുള്ള PCR യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് DNA-നെ ഡിറ്റക്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലായി അല്ലേ. അപ്പോ പിന്നെ നമുക്ക് പറയാനുള്ളത് RT-PCR ഉണ്ട്. PCR ആണ് ഇപ്പൊ പറഞ്ഞത്. RT-PCR എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ സൈക്കിൾ PCR-നകത്ത് സൈക്കിൾസ് ഉണ്ട്. അതായത് ഒരു സൈക്കിൾ കഴിയുമ്പോൾ ഒരു DNA ഉള്ളത് 2 എണ്ണാവും, അടുത്ത സൈക്കിൾ കഴിയുമ്പോൾ 2 ഉള്ളത് 4 എണ്ണാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ സൈക്കിളിനകത്തും എത്ര DNA ആണ് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നത്, പിന്നെ അത് കഴിഞ്ഞിട്ട് ആ സൈക്കിൾ എൻഡ് ചെയ്തപ്പോൾ എത്ര DNA ആണ് പ്രസന്റ് ആയിട്ടുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഓരോ സൈക്കിൾ കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും നമുക്ക് അറ്റ് എ ടൈം ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ അനലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് RT-PCR-ന്റെ ടെക്നിക്. ഓക്കെ, അത്രയുള്ള RT-PCR-നെ കുറിച്ചിട്ട് പറയാൻ ഇത്ര മനസ്സിലാക്കിയാൽ മതി. എക്സാക്ട്ലി PCR നമ്മളെ നോർമൽ PCR ആണെങ്കിൽ ഫൈനൽ ആയിട്ട് എൻ പ്രൊഡക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും DNA ഉണ്ടോ അല്ലെങ്കിൽ എത്രമാത്രം DNA കണ്ടന്റ് ഉണ്ടെന്നൊക്കെ. പക്ഷെ RT-PCR ആകുമ്പോൾ നമുക്ക് ഓരോ സൈക്കിൾ കഴിയുമ്പോഴും ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ, പോയിന്റ് ഓഫ് കെയർ ടെസ്റ്റിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പേഷ്യന്റിന്റെ അടുത്ത് പോയിട്ട് നമ്മൾ പേഷ്യന്റിനെ അടുത്ത് പോയിട്ട് വളരെ പോർട്ടബിൾ ആയിട്ടും ഈസി ആയിട്ടും ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളൊരു സംഭവമാണ്. അതായത് പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും, പെട്ടെന്ന് ക്ലിനിക്കലി നമുക്ക് ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറ്റും. അതായത് ട്രീറ്റ്മെന്റ് എന്തെങ്കിലും ചേഞ്ച് വരുത്തണോ, പുതിയ ട്രീറ്റ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യണോ, അല്ലെങ്കിൽ ആ ഒരു പേഷ്യന്റ് ട്രീറ്റ്മെന്റിന് എലിജിബിൾ ആണോ ഹെൽത്തി ആണോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ POCT യൂസ് ചെയ്യുന്നത്. POCT-ന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും എന്നുള്ളത് തന്നെയാണ്. അതേപോലെ പേഷ്യൻസിനും ഇത് വളരെ കൺവീനിയന്റ് ആണ്. പിന്നെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും തന്നെ പെട്ടെന്ന് ഈ ഒരു റിസൾട്ട് ഒക്കെ കിട്ടും, സിമ്പിൾ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് വളരെ കൺവീനിയന്റ് ആണ്. പിന്നെ അതുകൊണ്ട് പേഷ്യൻസിന് ഈ പെട്ടെന്ന് തന്നെ നമുക്ക് ഡിറ്റക്ട് ചെയ്ത് ഡയഗ്നോസ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റ് എഫക്റ്റീവ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓവറോൾ ആ ഒരു ഇംപ്രൂവ്മെന്റ് നമുക്ക് പേഷ്യന്റിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അത്രേ POCT-നെ കുറിച്ചിട്ട് പറയാനുള്ളൂ. പിന്നെ നമ്മൾ POCT-നകത്ത് യൂസ് ചെയ്യുന്ന കുറച്ച് ഡിവൈസസിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കൊക്കെ മേ ബി അറിയുന്നുണ്ടാവും അല്ലെ, ഗ്ലൂക്കോമീറ്റേഴ്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് നമ്മൾക്കിപ്പം വീട്ടിൽ തന്നെ ഡയബറ്റിക്സ് പേഷ്യൻസ്, അതായത് നമ്മൾ പറയുകയാണെങ്കിൽ ഷുഗർ പേഷ്യൻസ് ഒക്കെ ഉണ്ടാവില്ലേ, ഡയബറ്റിക്സിന്റെ പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവരുടെ കയ്യിലൊക്കെ ഗ്ലൂക്കോമീറ്റേഴ്സ് കണ്ടിട്ടുണ്ടാവും. ബ്ലഡ് ഗ്ലൂക്കോസ് പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോമൺ ആയിട്ട് ഇപ്പം അധിക പേരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഗ്ലൂക്കോമീറ്റർ എന്ന് പറഞ്ഞാൽ. ചെറിയ പോർട്ടബിൾ ആയിട്ടുള്ള ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയൊരു മെഷീനാണ്. പിന്നെ അതുപോലെ തന്നെ വേറെ പോർട്ടബിൾ കൊയാഗുലേഷൻ മോണിറ്റേഴ്സ് ഉണ്ട്. അത് ബ്ലഡ് ക്ലോട്ടിംഗ് ടൈം. ഓക്കെ, ബ്ലഡ് ക്ലോട്ടിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബ്ലഡ് കട്ട പിടിക്കാൻ എടുക്കുന്ന സമയമാണ് ഉദ്ദേശിക്കുന്നത്. നോർമലി നമ്മളെ ബ്ലഡ് ഒരു 11 മുതൽ 13.5 സെക്കൻഡ്സിന്റെ ഉള്ളിൽ ബ്ലഡ് കട്ട പിടിക്കേണ്ടതാണ്. അതിൽ കുറവോ അതിൽ കൂടുതലോ സമയം ബ്ലഡ് കട്ട പിടിക്കാൻ എടുക്കുന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും അണ്ടർലൈങ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇഷ്യൂ അല്ലെങ്കിൽ നമ്മളെ ഉള്ളിൽ മറിഞ്ഞു കിടക്കുന്ന ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു പ്രശ്നം കാരണമായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ ബ്ലഡ് കട്ട പിടിക്കാൻ എത്ര സമയം എടുക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് തന്നെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് പോർട്ടബിൾ കൊയാഗുലേഷൻ മോണിറ്റേഴ്സ്.
പിന്നെ റാപ്പിഡ് ഇമ്മ്യൂണോ അസേ, അത് നമ്മൾ ഇമ്മ്യൂണോ അസേയിൽ തന്നെ പെട്ടിട്ടുള്ളതാണ്. ഇമ്മ്യൂണോ അസേ ഡീറ്റെയിൽ ആയിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ HIV ഇൻഫ്ലുവൻസ ഒക്കെ പെട്ടെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോർമലി നമ്മളിപ്പം അല്ലാണ്ട് നമ്മളെ കൺവെൻഷണൽ ആയിട്ടുള്ള HIV ടെസ്റ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒരുപാട് ടൈം എടുത്തിട്ടുണ്ടാവും. അതായത് റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ ഒരു റാപ്പിഡ് ഇമ്മ്യൂണോ അസേ ആണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും. പിന്നെ ഇലക്ട്രോലൈറ്റ് അനലൈസിസ്, നമ്മൾ ഇലക്ട്രോലൈറ്റ്സിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞല്ലേ, ഇലക്ട്രോഡൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ടെസ്റ്റ് ഇലക്ട്രോ കെമിക്കൽ അസേനെ പറ്റിയിട്ട് പറഞ്ഞല്ലോ അല്ലെ. അതുപോലെ അത് കുറച്ചുകൂടി സ്പീഡപ്പ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു മോഡേൺ ഇലക്ട്രോലൈറ്റ് അനലൈസ് ചെയ്യാൻ കുറച്ചുകൂടി സ്പീഡ് ആയിട്ടുള്ള ഒരു വേ ആണ് ഇലക്ട്രോലൈറ്റ് അനലൈസേഴ്സ് യൂസ് ചെയ്യാന്നുള്ളത്. അപ്പൊ നമുക്ക് ബ്ലഡിലെ ഇലക്ട്രോലൈറ്റ്സിന്റെ ലെവലൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് പറയുന്ന കുറച്ച് ടെക്നോളജിയാണ് ലാറ്ററൽ ഫ്ലോ അസേ. അതായത് നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റിന്റെ ഒക്കെ ഒരു ബേസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ലാറ്ററൽ ഫ്ലോ അസേ എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതുപോലെ പെട്ടെന്ന് ആന്റിജൻ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ലാറ്ററൽ ഫ്ലോ അസേ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ മൈക്രോ ഫ്ലൂയിഡിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ഡിവൈസ് ആണ് മൈക്രോ ഫ്ലൂയിഡിക്സ്. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് തന്നെ ഒരുപാട് അസേ, മൾട്ടിപ്പിൾ ആയിട്ടുള്ള അസേ നമുക്ക് ആ ഒരു ഡിവൈസിനകത്ത് തന്നെ ക്യാരി ചെയ്യാൻ പറ്റും. പിന്നുള്ളത് ബയോസെൻസേഴ്സ് ആണ്. ബയോസെൻസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു ബയോളജിക്കൽ എലമെന്റ് മോസ്റ്റ് പ്രോബബ്ലി നമ്മളെ സാമ്പിൾ തന്നെ ആയിരിക്കും. നമ്മളെ സാമ്പിളിനകത്ത് ഉള്ള ഒരു ബയോളജിക്കൽ സബ്സ്റ്റൻസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫിസിക്കൽ ട്രാൻസ്ഡ്യൂസറിനെ യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഈ ബയോളജിക്കൽ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ നമ്മൾ സാമ്പിളിനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പം ആ ഒരു ഫിസിക്കൽ ട്രാൻസ്ഡ്യൂസറിനകത്ത് അതിന്റെ ഒരു സിഗ്നൽസ് ഒക്കെ വരും. അതായത് ഈ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന സബ്സ്റ്റൻസ് ഉണ്ടല്ലോ, അതിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ അതിനകത്ത് ഈ ഒരു ട്രാൻസ്ഡ്യൂസറിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിഗ്നൽസ് കൂടുതലായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. അപ്പം ഈ ഒരു ഫിസിക്കൽ ട്രാൻസ്ഡ്യൂസറിനെ ഉപയോഗിച്ചിട്ട് നമ്മൾ ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസിന്റെ കോൺസെൻട്രേഷനെ അനലൈസ് ചെയ്യാന്നുള്ളതാണ് ബയോസെൻസേഴ്സിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ടെക്നിക്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ പറയാൻ വേണ്ടിയിട്ടുള്ളത്. വേണമെങ്കിൽ ജസ്റ്റ് നമുക്ക് ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോവാം. ചെറിയൊരു ടോപ്പിക് ആയതുകൊണ്ട് പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ആദ്യം അനലൈസേഴ്സിന്റെ ടൈപ്പ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഡിസ്ക്രീറ്റ് അനലൈസേഴ്സിൽ പറഞ്ഞിട്ടുള്ളത് റാൻഡം ആക്സസ് അനലൈസേഴ്സ് ആണ്. അതായത് സിംഗിൾ സാമ്പിൾ, ഒരു കുറച്ച് സാമ്പിൾ ഉള്ള കേസിൽ അതിനകത്ത് മൾട്ടിപ്പിൾ ടെസ്റ്റ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു കുറച്ചധികം സാമ്പിൾസിൽ സെയിം ടെസ്റ്റ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടോ ആണ് യൂസ് ചെയ്യുന്നത്. ബാച്ച് അനലൈസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാച്ച് ആയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് സാമ്പിളിന്റെ വോളിയം വളരെ കൂടുതലാണെങ്കിൽ അത് ബാച്ച് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ടെസ്റ്റുകളൊക്കെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ കണ്ടിന്യൂസ് ഫ്ലോ അനലൈസേഴ്സ് ആണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് സാമ്പിൾസിനെ ടെസ്റ്റുകൾ, ഒരു സീരീസ് ഓഫ് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാമ്പിളിനകത്ത് ചെയ്യണമെങ്കിൽ മാനുവലി അല്ലാണ്ട് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ഫ്ലോ അനലൈസേഴ്സ് മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ വേണ്ടി സെൻട്രിഫ്യൂഗൽ അനലൈസേഴ്സിനെ യൂസ് ചെയ്യാം. പിന്നെ ഡ്രൈ കെമിസ്ട്രി അനലൈസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ റിയേജൻസ് ഉള്ള സ്ലൈഡ്സിനകത്ത് റിയേജൻസിനെ ഡ്രൈ ആക്കിയിട്ട് യൂസ് ചെയ്യുന്ന പോർട്ടബിൾ ആയിട്ടുള്ള ഈസി ടു യൂസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടെസ്റ്റ് മെക്കാനിസം ആണ് ഡ്രൈ കെമിസ്ട്രി അനലൈസേഴ്സ്. ഇമ്മ്യൂണാസേ അനലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻസ് ആണ് ഇവരെ പ്രിൻസിപ്പിൾ. അത് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു അസേ പെർഫോം ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ ലൈറ്റ് യൂസ് ചെയ്തിട്ടുള്ള അസേ ആണ് ഫോട്ടോമെട്രിക് അസേ. ഇലക്ട്രോഡ്സ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ ഫോഴ്സ് യൂസ് ചെയ്തിട്ടുള്ളതാണ് ഇലക്ട്രോ കെമിക്കൽ അസേ എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇമ്മ്യൂണാസേന്റെ കുറച്ച് എക്സാമ്പിൾ ആയിട്ടുള്ള എലൈസ, റിയ, ക്ലിയ ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ടർബിഡിമെട്രിക് ആൻഡ് നെഫലോമെട്രിക് അസേ പാർട്ടിക്കിൾസ്, ഒരു സാമ്പിളിനകത്തുള്ള പാർട്ടിക്കിൾസിന്റെ കോൺസെൻട്രേഷൻ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്ലൗഡിനെസ് അല്ലെങ്കിൽ ലൈറ്റ് സ്കാറ്ററിംഗ് കൂടുതലാണെങ്കിൽ പാർട്ടിക്കിൾസിന്റെ കോൺസെൻട്രേഷനും കൂടുതലായിരിക്കും. പിന്നെ ഉള്ളത് ക്രോമറ്റോഗ്രഫിക് ടെക്നിക്സ് ആണ്. ബേസിക്കലി അതൊരു സെപ്പറേഷൻ ടെക്നിക് ആണ്. അപ്പോൾ നമ്മൾക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. HPLC യൂസ് ചെയ്യുന്നുണ്ട്, GC അല്ലെങ്കിൽ ഗ്യാസ് ക്രോമറ്റോഗ്രഫി യൂസ് ചെയ്യാം. പിന്നെ മോളക്കുലർ ടെക്നിക്സിൽ പറഞ്ഞിട്ടുള്ളത് PCR ആണ്. DNA ആംപ്ലിഫൈ ചെയ്തിട്ട് DNAന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് PCR യൂസ് ചെയ്യുന്നത്. അതേപോലെ RT-PCR, റിയൽ ടൈം PCR നമുക്ക് DNAന്റെ ഒരു ക്വാണ്ടിറ്റി ഓരോ സൈക്കിൾ കഴിയുമ്പോൾ, PCRന്റെ ഓരോ സൈക്കിൾ കഴിയുമ്പോൾ നമുക്ക് അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. പിന്നെ POCT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാവൽ ഫ്രണ്ട്ലി ആണ്. പേഷ്യന്റിന്റെ സൈറ്റിൽ പോയിട്ട്, പേഷ്യന്റിന്റെ അടുത്ത് പോയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റുകളാണ്. സിമ്പിൾ ആയിട്ടുള്ള, പോർട്ടബിൾ ആയിട്ടുള്ള, ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്മോൾ ഡിവൈസസ് ആണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അതിനകത്തുള്ള കുറച്ച് കോമൺ ഡിവൈസസ് ആയിട്ടുള്ള ഗ്ലൂക്കോമീറ്റേഴ്സ്, റാപ്പിഡ് ഇമ്മ്യൂണാസേ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞത് ഈ ഒരു ടെക്നോളജി പോക്റ്റിനകത്ത് യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് ലാറ്ററൽ ഫ്ലോ അസേ, മൈക്രോ ഫ്ലൂയിഡിക്സ് ആൻഡ് ബയോസെൻസേഴ്സ് ഒക്കെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ദാറ്റ്സ് ഓൾ. സോ താങ്ക് യു എവ്രി വൺ.